95-ാമത്തെ സങ്കീർത്തനം. എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. 95-ാം സങ്കീർത്തനം, സാംസ് 95. സ്തോത്രം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്ക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകളാൽ മെനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. പരിശുദ്ധ ദൈവമേ, ഇന്ന് പകലിലും ഈ നൽകപ്പെട്ട സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് വണങ്ങി അങ്ങ് നമസ്കരിച്ചു. ഞങ്ങളെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു. ഞങ്ങൾ അങ്ങയുടെ കയ്യിലെ ആടുകളും അങ്ങ് ഞങ്ങൾക്ക് ദൈവവുമാകുന്നു. അങ്ങേ സ്തുതിക്കുന്നതിലുപരിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ഈ സങ്കീർത്തന മുഖാന്തരം ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. സൂമിലായിരിക്കുന്ന, ഓൺലൈനിലായിരിക്കുന്ന ദൈവജനത്തോട് കരുണ കാണിക്കണമേ. സാഹചര്യങ്ങൾ എല്ലാവർക്കും വേഗത്തിൽ അനുകൂലമാക്കിയാട്ടെ. പ്രവർത്തിക്കുന്നവൻ്റെ കരം ഈ വർഷം ചലിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കടന്നു വന്ന ഏവരോടും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യഹോവ ഉണ്ടാക്കിയ ദിവസം നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതൊരു ആശ്ചര്യപരമായിട്ടൊന്ന് പറഞ്ഞേ, ആശ്ചര്യം. സ്തോത്രം. ഒരാണ്ട് വിട്ട് നമ്മളെ പോയി പുതിയൊരാണ്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. സ്തോത്രം. എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു ഒരാണ്ടിൽ, അല്ലേ? എത്ര പ്രതിസന്ധികൾ വന്നു. സാമ്പത്തികമായി ദൈവം നമ്മളെ ആരെയും തകർത്തില്ല. രോഗബന്ധിതരായി തീരാ രോഗത്താൽ ആരും പെട്ടില്ല. ദൈവം കരുണയുള്ളവനാണ്. അതുകൊണ്ട് ഇന്ന് പകലിലും നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുകയാണ്. ആ ദൈവത്തെയാണ് നമ്മളൊന്ന് സ്തുതിക്കുന്നത്. മോണിറ്റർ ഇച്ചിരി ഒന്ന് കുറച്ചേരെ. ആ ദൈവത്തെയാണ് നമ്മളിന്ന് ആരാധിക്കുന്നത്. നമ്മുടെ അറിവിൽ തന്നെ എത്രയോ ജനങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിലാകട്ടെ, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലാകട്ടെ, ഒത്തിരി പേര് വിശ്വാസ നൗക വിട്ടുപോയി, അല്ലെങ്കിൽ വിശ്വാസ കപ്പൽ അവരുടയുന്നത് കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലം മാഞ്ചസ്റ്റർ. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമാണ്. മാഞ്ചസ്റ്ററിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. മാഞ്ചസ്റ്ററിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കാര്യം, ഓരോരുത്തർക്ക് ദൈവം നൽകിയിരിക്കുന്ന നിയോഗത്തിലും ദൈവം തിരഞ്ഞെടുത്തിട്ട് എല്ലാവരും ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ചെറുതോ വലുതോ, ഒരു കുടുംബമാകട്ടെ 1000 കുടുംബമാകട്ടെ, എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും മുടക്കമുണ്ടോ? കർത്താവേ, മാഞ്ചസ്റ്റർ പട്ടണത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മളത് ഒരാളെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്കൊരു നിയോഗം നൽകുമ്പോൾ നമ്മളങ്ങ് അനുഗ്രഹിച്ചേക്കണം. ഒരു വാക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാം നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കൊന്ന് കരമൊന്ന് കൊടുത്തേ. ഹല്ലേലൂയ. എല്ലാ അഭിഷിക്തന്മാർക്കും, എല്ലാ ലീഡേഴ്സിനുമായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്താൽ തിരഞ്ഞെടുത്തവരെ മനുഷ്യരാലല്ല നിയന്ത്രിക്കേണ്ടത്, ദൈവമാണ്. പരിശുദ്ധാത്മാവ് ആ മേറിയകളിൽ, നമ്മുടെ സഭ നന്നായി പോകുന്നു, മറ്റുള്ള സഭകളിൽ പ്രശ്നമെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ദൈവദാസന്മാരും അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രത്യേക സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ദൈവത്താൽ നിയുക്തരായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് ചെറുതെന്നോ വലുതെന്നോ ഇല്ല.
സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും വലുതും ചെറുതുമില്ല, എല്ലാം അങ്ങയുടെ തൃക്കരത്താൽ സംഭവിക്കുന്നതാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ അഭിഷിക്ത ഗണത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരായിരിക്കുന്ന ദൈവസഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പച്ച UK ഒരു ഉണർവ് വരുമ്പോൾ ഈ മാഞ്ചസ്റ്റർ ഐക്യതയുടെ ആത്മാവിൽ ഉണർവ് പൊട്ടിപ്പുറപ്പെടുവാൻ പോണതിനായ സ്തോത്രം. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയുന്ന എല്ലാ സഭകളെയും എല്ലാ ദൈവദാസന്മാരെയും പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ നാമം ചൊല്ലി ഈ ആണ്ടിന്റെ പ്രഥമ കർത്തൃദിനത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ തിരഞ്ഞെടുത്തവരെ മനുഷ്യരാൽ തുച്ഛീകരിപ്പാൻ ഇടവരാതെ ദൈവസന്നിധിയിൽ ദൈവഭയത്തിൽ ജനമാകുന്ന സഭാംഗങ്ങൾ നിൽപ്പാൻ കർത്താവ് ഇട നൽകണം. ആത്മാവ് അഭിഷിക്തരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അവരുടെ വായിലെ വാക്കുകൾക്ക് ആത്മാവിനാൽ മൂർച്ച കൊടുക്കണം. അസാധാരണമായി ദൈവപ്രവൃത്തികൾക്കായി വിളിക്കപ്പെട്ടവരെ ആ മണ്ഡലത്തിൽ നിന്ന് മാറ്റുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഞങ്ങൾ വെട്ടുകയാണ്. കർത്താവ് സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്ന് കരങ്ങളേക്ക് തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. സ്തോത്രം. ഞാൻ ഒരു യാക്കോബായ സമുദായത്തിലുണ്ടായിരുന്ന ആളാണെന്ന് അറിയാമല്ലോ. 2 കക്ഷികളാണ്, ബാവ കക്ഷി, മെത്രാൻ, യാക്കോബായ ഓർത്തഡോക്സ്. ഇങ്ങനെ 2 നിലകളിലാണ് അറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ ഏറ്റവും അതിൻ്റെ തീവ്രതയുള്ള 1-2 സ്ഥലങ്ങളാണ് കേരളത്തിലെ. 1 മണർകാട്, 2 പുതുപ്പള്ളി, 3 പരിമല, മഞ്ഞിനിക്കര. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ സഭയുടെ പിറവം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ 4 നാക്കൽ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളുണ്ട്. പോട്ടെ, വലിയ വലിയ നിലകളിൽ ഞാനായിരുന്ന സഭകളിലെ തർക്കങ്ങൾ രൂക്ഷമായി. നമ്മൾ യൂട്യൂബുകളിലും മറ്റ് മീഡിയകളിലുമൊക്കെ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിൽ പോലും വരത്തക്ക നിലകളിൽ ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നു. ഉള്ളിൽ ഞാൻ സന്തോഷിച്ചു. എന്താണെന്നറിയോ, ഞാൻ അതിൽ നിന്ന് പുറത്തായ ഒരു വ്യക്തിയാണല്ലോ എന്ന് ഓർത്ത്. മറുഭാഗത്തിൽ ഞാൻ ദുഃഖിച്ചു. എൻ്റെ ദുഃഖം വലിയ ദുഃഖമൊന്നുമല്ല, എൻ്റെ ദുഃഖം എൻ്റെ പേഴ്സണൽ ദുഃഖമാണ്. എങ്കിലും ഞാൻ നിങ്ങളോടൊന്ന് പറയാം ദൈവമക്കളെ, ഇത്രയധികം സഭ രൂക്ഷമായ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴും ബാവ കക്ഷിയിലെ ഒരച്ഛനെ കണ്ടാൽ മെത്രാൻ കക്ഷിയിലെ ആൾക്കാർ അച്ഛാ ഗുഡ് മോർണിംഗ്, ദൈവത്തിന് വന്ദനം, കർത്താവിന് സ്തുതി എന്ന് പറയും. മെത്രാൻ കക്ഷിയിലെ ഒരച്ഛനെ ബാവ കക്ഷിയിലെ കുഞ്ഞുങ്ങൾ കണ്ടാലും തിരിച്ചാണെങ്കിലും അവർക്ക് ആ മേഖലകളിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരച്ഛൻ വരുമ്പോൾ എഴുന്നേക്കുക, യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുക. ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, എത്ര വലിയ സങ്കീർണാവസ്ഥകളിലൂടെ സഭകൾ കടന്നു പോകുമ്പോഴും ആക്കി വെച്ചിരിക്കുന്ന പുരോഹിതരെ ബഹുമാനിക്കുന്ന അൽമയാരാണ് അവിടെയുള്ളവർ. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ മാഞ്ചസ്റ്ററിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും പേരുകൾ എഴുതണം നിങ്ങൾ ഇന്നു മുതൽ. സ്തോത്രം. എൻ്റെ പേര് എഴുതിക്കോ, അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും പേരെഴുതും. എൻ്റെ പേര് ലാസ്റ്റ് എഴുതിയാൽ മതി. നിങ്ങൾ മറ്റുള്ളവർ അറിയാവുന്നവരുടെ എല്ലാം പേരെഴുതണം. കൈവച്ചങ്ങ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇവർക്ക് ലഭ്യമാകേണ്ട അനുഗ്രഹങ്ങൾ, ഇവർക്ക് ലഭ്യമാകേണ്ട ശുശ്രൂഷകളെ തടയുന്ന ഒരിരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ ഒത്തിരി അനുഭവങ്ങൾ കണ്ടവനാണ്. ഒത്തിരി സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ നടക്കുന്നത് കൊണ്ടാണ്. എങ്ങനെയും ഒരുത്തിനെ വെട്ടണം, അല്ലേ, ഒരുത്തിനെ തകർക്കണം, ഒരുത്തിനെ താഴെയിടണം. ഈ ചിന്തകളെല്ലാം ദൈവജനത്തിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇടുന്നത് പിശാച. നമ്മളതിനെ ഓമന പേരിട്ടിട്ട് പറയും പുള്ളിയാണ് തെറ്റെന്ന്. അതല്ല, നിന്റെ മേൽ കയറിയ ദുരാത്മ മണ്ഡലത്തെ. ഓൺലൈനിലായിരിക്കുന്നവരും കേട്ടാട്ടെ, നിങ്ങളായിരിക്കുന്ന രാജ്യം ഏതോ, നിങ്ങളായിരിക്കുന്ന സിറ്റി ഏതോ, അവിടെ ആയിരിക്കുന്ന സഭയിലെ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുവീൻ. നാളെ കാണുന്നവരും പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ ചിലപ്പോൾ വിമർശനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങളുടെ യൂട്യൂബിൽ കയറുന്നത്. പക്ഷെങ്കിൽ വിമർശനം 1 മിനിറ്റ് അത് മാറ്റിവെച്ചു, വിമർശിച്ചു, അത് നിങ്ങൾക്കുള്ള കൃപയാ. പക്ഷെങ്കിൽ ഇന്ന് പ്രാർത്ഥിയില്ല നിങ്ങളുടെ ദൈവദാസന് വേണ്ടി, ഇദ്ദേഹത്തെ നിലനിർത്തണമേ. സ്തോത്രം.
നമ്മളായിരിക്കുന്ന ഏത് സ്ഥലത്താണെങ്കിലും അവിടെ ഇരിക്കുന്ന അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയിലുള്ള ഒട്ടുമുക്കാൽ ജനത്തിൻ്റെയും മാതാപിതാക്കൾ ശുശ്രൂഷയിലായിരിക്കുന്നവരാ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലധികമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ നിലനിന്നില്ലെങ്കിൽ ഒരു കൂട്ടം ചിലപ്പോൾ അന്യാധീനപ്പെട്ടു പോയെന്നിരിക്കാം. സ്തോത്രം. അതുകൊണ്ട് ഓരോ ദൈവദാസന്മാരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളാക്കിയിരിക്കുന്നതാകട്ടെ, നമ്മുടെ പ്രസ്ഥാനങ്ങളാക്കിയിരിക്കുന്നതാകട്ടെ, മറ്റു പ്രസ്ഥാനങ്ങളാക്കിയിരിക്കുന്നതാകട്ടെ, പ്രസ്ഥാനമല്ല തിരഞ്ഞെടുത്തത്. അവരാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്ഫർ കൊടുക്കാമെന്നേ ഉള്ളൂ. പിതാവ് പുത്രനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയാലാണ് ഓരോ ദൈവദാസന്മാരും ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് പറയണം, മഹനീയം സഭ ഇന്ന് മുതൽ ഈ വർഷം മാഞ്ചസ്റ്ററിലും UK യിലുമുള്ള അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. സ്തോത്രം. ഇത്രയും കേട്ടപ്പോൾ സന്തോഷമായവർ ഒന്ന് കരം ഉയർത്തിക്കേ. എങ്കിൽ ഇനിയുള്ളതാണ് അതിൻ്റെ മെസ്സേജ്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതെന്തേ ഇങ്ങനെ വന്നു, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഇതിങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നല്ലോ. സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും കുടുംബത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് വൈ. ചില കഷ്ടങ്ങൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും ഇതൊരു സാത്താന്യ പദ്ധതിയാണെന്ന്, ഒരു ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണെന്ന് ചിന്തിക്കും. ഒരു നല്ല വഴി തുറന്ന പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും ഇത് ദൈവപ്രവൃത്തിയാണെന്ന്. നമ്മൾ ന്യായമായിട്ടും ചിന്തിക്കുന്നതാണ്. ഒരു പ്രൊഫഷണലി ഒരു ഇൻക്രിമെൻ്റ്, എന്താ അതിന് പറയുന്നത്, ഒരു പ്രമോഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ സഭയിൽ വന്ന് സാക്ഷ്യം പറയും. എൻ്റെ വൈഫൊക്കെ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖം വന്നു, ആ ശോധനയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല, മിണ്ടത്തില്ല, നമ്മൾ പറയത്തില്ല. ഇപ്പം എനിക്ക് നഷ്ടമുണ്ടായി, എനിക്ക് ഒരു കടബാധ്യതയുണ്ടായി, ഞാൻ രോഗിയായിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോട് മിണ്ടുന്നില്ല, എൻ്റെ വർക്ക് പ്ലേസിൽ എന്നെ ഡീപ്രൊമോട്ട് ചെയ്തിരിക്കുന്നു, എൻ്റെ സാലറിയിൽ ഒരു ഇൻക്രിമെൻ്റ് കട്ട് ചെയ്തിരിക്കുന്നു, ഇതൊന്നും സാക്ഷിയായിട്ട് വരത്തില്ല. സാക്ഷ്യം വരുന്നത് പ്രമോഷനുകളെ വരാറുള്ളൂ. കാര്യം ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കട്ടെ. പക്ഷെങ്കിൽ ഏതൊരു വലിയ സാക്ഷ്യം ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോഴും ആ വ്യക്തിയിൽ തന്നെ ദുഃഖത്തിൻ്റെ ചില സാക്ഷ്യങ്ങളും ഉണ്ട്, ദുഃഖത്തിൻ്റെ ചില സാക്ഷ്യങ്ങളുണ്ട്. അത് ഈ മനുഷ്യ സഹജമാണ്. നല്ലതുമുണ്ട്, തീയതുമുണ്ട്. അപ്പം നമ്മൾ ഇതിനെ നല്ലതെല്ലാം ദൈവപ്രവൃത്തിയായിട്ടും വേദനകളെല്ലാം തീയലായിട്ടും കണക്കാക്കും. പക്ഷെ നമ്മൾ ചിന്തിച്ചോണമേ, ചില വേദനകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുവാൻ അനുവദിക്കപ്പെട്ടതിൻ്റെ പിൻപിൽ അടഞ്ഞ വാതിലുകൾക്കപ്പുറത്ത് ദൈവം തുറക്കുന്ന നന്മകളിൽ നമ്മളൊന്ന് എത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ മുമ്പിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതായിട്ടുള്ള ചില നന്മകളുടെ വാതിലുകളെ പിശാച് അടച്ചിട്ട് പറയും ഞാൻ അവൻ്റെ മേൽ ജയഘോഷം കൊള്ളുന്നുവെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പിശാച് അടച്ച വാതിലുകൾ മാത്രമല്ല തുറക്കുന്നത്, പിന്നെ ഒരിക്കലും ഒരു പിശാചിൻ്റെ ഒരു ശിങ്കിടികൾക്ക് പോലും അനുഗമിക്കാൻ പറ്റാത്ത നിലത്തിലുള്ള ആത്മീക കലവറയിലേക്ക് എത്തിക്കണമെങ്കിൽ പിശാച് ചില പരിപാടികൾ വിടുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക തന്നെ ചെയ്യും. കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് ചില ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ നമ്മളെ ഒന്ന് എവിടെയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു അനുഭവം? സ്തോത്രം. അതിനാണ് നമ്മൾ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ പ്രഖ്യാപിക്കുന്നത്. ഇപ്പം നമ്മുടെ സഭ, മഹനീയം സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. പക്ഷെ ഉപവസിക്കാൻ വേണ്ടി പാസ്റ്റർ കൂലിക്കെടുത്തതുപോലെ കുറച്ച് പേരുണ്ട്. അവർ ഉപവസിക്കും, അവർ പ്രാർത്ഥിക്കും. സൗണ്ട് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ, ഉപവസിക്കാൻ, റോഡ് ക്ലീൻ ചെയ്യാൻ കുറച്ച് പേരെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന പോലെയാണ്. സ്തോത്രം. എങ്ങാനും ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് പോയി കഴിക്കാൻ പോയാലോ 1000 പേരും പിന്നെ പാസ്റ്റർക്ക് എതിരാവുകയും ചെയ്യും. പാസ്റ്റർക്ക് ആ ഒരു ടീമിൻ്റെ കൂടെയോ പറ്റുകയുള്ളൂ, അല്ലേ? എന്താ ജിപ്സ, ഓക്കെ ആണോ? അതുകൊണ്ട് അടുത്ത ആഴ്ച മര്യാദയ്ക്ക് താടിയൊക്കെ വെട്ടി
മുടിയൊക്കെ സൈഡൊക്കെ പിടിപ്പിച്ച് മര്യാദയ്ക്ക് ഒരു ദൈവവൈദ്യരുടെ കോലത്തിൽ വാ. സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞതിൻ്റെ സാരം, ചിലർക്ക് മാത്രമുള്ളതല്ല സഭയിലെ ഉത്തരവാദിത്തങ്ങൾ, ചിലർക്ക് മാത്രമുള്ളതല്ല റെസ്പോൺസിബിലിറ്റികൾ. നമ്മളെല്ലാവർക്കും കൂടി ഉള്ളതാണ് സഭ എന്ന് പറയുന്നത്. അവിടെ നിങ്ങളെ നയിക്കാൻ വേണ്ടി കർത്താവ് എന്നെ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ കൂടുന്നതിനെയാണ് സഭ, വിശുദ്ധ സഭ എന്ന് പറയുന്നത്. അപ്പം ചിലരുടെ ഉത്തരവാദിത്തമല്ല. ഞാൻ ഈ ഉപവാസങ്ങളെല്ലാം നടക്കുമ്പോൾ 1-2 പേരെ നോക്കും. ഒന്നാമത്തെ ആളാണ് ബെറ്റ്സി. ബെറ്റ്സി ഉപവസിച്ചില്ലെങ്കിൽ എനിക്കും വിഷമം, ദേഷ്യവും. എന്തും കൊണ്ട് ഉപവസിച്ചില്ല? മറ്റുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല, കുഴപ്പമില്ലല്ലോ. ബെറ്റ്സി, ആൻ്റണി വന്നിട്ടില്ലല്ലോ എന്ന് ഉണ്ടോ? ഇല്ല. ഓൺലൈനിലായിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ആൻ്റണി ആരാണെന്നും ബെറ്റ്സി ആരാണെന്നൊക്കെ അറിയാം. അത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്തേ. നിന്റെ ഉന്നതികളിലുമേ നിന്റെ പേര് വലുതാക്കുമെന്ന് ലോകരാജ്യങ്ങൾ അറിയട്ടെ. സ്തോത്രം. ഈ പെൺപൈതൽ എൻ്റെ കൂടെ 2011 തൊട്ടുള്ള എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും അവർ ഉപവസിക്കും. പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കും, മറ്റുള്ളവരെന്ത് ചെയ്യും? ഇപ്പം ഉപവാസം പ്രാർത്ഥന, എന്നിട്ട് ഇന്ന് ഒരു ഉപവാസം കഴിഞ്ഞ് ഈ സഭയെന്ന് ഞാൻ പറയുന്നതുള്ളൂ, എല്ലാ സഭകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഒരു ഫുഡ് ഉണ്ടായിരിക്കട്ടെ, അതിനൊരു 1000 അഭിപ്രായം പറയും. എന്നാൽ ഉപവാസ പ്രാർത്ഥന എത്ര മണിക്ക് തുടങ്ങി, എത്ര മണിക്ക് തീർന്നു, ആരൊക്കെയായിരുന്നു, ഏതൊക്കെ നിലകളിലുള്ള ശുശ്രൂഷ, ആരൊക്കെ പൂർണ്ണമായിട്ട് ഉപവസിച്ചു, ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ നിലകളിലാണ് അവർ ദൈവസന്നിധിയിൽ നിലപാട്, എന്തായിരുന്നു മെസ്സേജ്, ആരായിരുന്നു മെസ്സേജ്, എന്തായിരുന്നു ഞങ്ങളോടുള്ള ഉപദേശം, എന്തായിരുന്നു ഞങ്ങളോടുള്ള സന്ദേശം, ഏതൊക്കെ മേഖലകളിൽ ഞങ്ങൾ ക്രമീകരിക്കപ്പെടണം, ഏതെല്ലാം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഈ വർഷം ദൈവം പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയാൻ സമയമില്ല. ഇന്ന് ആരെ ഈ കഞ്ഞി ഉണ്ടാക്കിയേ? പല പാത്രങ്ങളിൽ കഞ്ഞി കൊണ്ടുവരുവാണ്. ചില കഞ്ഞിയൊന്നും തൊടാതെ പോണ കണ്ടിട്ടുണ്ടോ? ഈ കൊണ്ടുവരാ എന്നാ ഒരു സ്പൂൺ അരി ഉണ്ടാക്കാത്തവരാ തൊടാതെ പോണത്. ഭയങ്കര ദുഃഖം തോന്നും. സഭ ഉപവാസം പ്രഖ്യാപിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. സഭ ഉപവാസം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ സഭ മൊത്തത്തിലുള്ള ഉപവാസത്തിനാണ്. എന്നിട്ട് പാസ്റ്ററെ എൻ്റെ കുടുംബത്തിൽ ഈ വിഷയമുണ്ടെന്ന് പറയുന്നതിലല്ല കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഒരു വാക്യം വായിച്ചിട്ട് അല്പസമയം നമ്മൾ 1-2 കാര്യങ്ങളൊന്ന് ചിന്തിച്ച് തിരുമേശയിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം, ഒരു ഭാഗം തന്നെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4, 5 വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ 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 മതി, അവിടെ ഒന്ന് നിർത്താം. നമുക്ക് സർദീസ് സഭയെക്കുറിച്ച് അറിയാം. എല്ലാവരും പുസ്തകമൊക്കെ ഒന്ന് മടക്കിക്കുക, വായിച്ച ആൾ മാത്രം തുറന്നു വെക്കുക, ബാക്കിയുള്ളവരും അടച്ചു. അല്പസമയം ഇതൊന്ന് കേൾക്കുക. നമ്മൾ ഈ വർഷത്തെ തീം എന്താ? എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 23. പ്രത്യാശയുടെ സ്വീകാര്യം, മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഒന്ന് പറഞ്ഞേ, പ്രത്യാശയുടെ സ്വീകാര്യം, മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പോരാ, പ്രത്യാശയുടെ സ്വീകാര്യം, മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഇനി ഇതിലെങ്ങാനും ഒച്ചകൂടി എങ്ങാനും ഈ സഭയിൽ ആരെങ്കിലും സംസാരിച്ച, അപ്പൊ ഒന്നുകൂടെ പറയാം അല്ലേ? എന്താ ജെഫി? പ്രത്യാശയുടെ സ്വീകാര്യം. അപ്പൊ എന്തൊക്കെയോ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ട്. പ്രത്യാശയുടെ സ്വീകാര്യം, മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ, അവനത് നിവർത്തിക്കും. കരങ്ങളെ ഉയർത്തിയൊരു 3 ആമീൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രത്യാശയുടെ സ്വീകാര്യം ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം, ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാകയാൽ ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് ആമേൻ പറയുന്നു.
സ്തോത്രം. വാഗ്ദത്തം കേട്ടു, വാഗ്ദത്തം വരുന്നു, വാഗ്ദത്തം കരങ്ങളിൽ, വാഗ്ദത്തത്തിൽ നിൽക്കുന്നു, വാഗ്ദത്തത്തെ അനുഭവിക്കുന്നു. ഇതാണ് ദി ഇയർ ഓഫ് ഗോഡ് പ്രോമിസസ് ലാസ്റ്റ് ഇയർ. പക്ഷെങ്കിൽ വന്നു, എത്തിയില്ല. ഒന്നും കൂടെ പറയാം, വാഗ്ദത്തം വന്നു, വാഗ്ദത്തം എൻ്റെ കാര്യത്തിൽ എത്തിയില്ല. വാഗ്ദത്തം പടർന്നു, വാഗ്ദത്തത്തിൽ എനിക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തം കർത്താവ് കരങ്ങളിലേക്ക് എറിഞ്ഞു, എൻ്റെ കരത്തിൽ ലഭ്യമായില്ല. വാഗ്ദത്തം വന്നു, വാഗ്ദത്തം കരങ്ങളിലെത്തിയില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ? ഞാൻ ഇന്നലെ ടെൽഫോർഡ് ചർച്ചിൽ പറഞ്ഞ ഒരു ഉദാഹരണം ഇവിടെയും പറയാം. നമ്മളെല്ലാം സാധാരണയായിട്ട് എല്ലാവരും ഫ്ലൈറ്റൊക്കെ കയറിയിട്ടുള്ളതാണ്. എന്നാലും ഈ ചിലർ ഫ്ലൈറ്റൊക്കെ കയറാത്തവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം അല്ലേ? സാൻജോസ് ഫ്ലൈറ്റൊക്കെ കയറിയിട്ടുണ്ടോ? വൺ ടൈം ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട്. പോട്ടെ, നീ കയറിയിട്ടുണ്ടോ മോള്? പ്രൈസി എവിടെയാ? പക്ഷെങ്കിൽ ട്രെയിനിൽ എല്ലാവരും, ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത് എല്ലാവരും, എന്നാലും ട്രെയിനാണ് ഇന്നലെ അവിടെ പറഞ്ഞ ഉദാഹരണം. ട്രെയിനിൽ എല്ലാവരും കയറിയിട്ടുണ്ടല്ലോ. ആരാ കയറാത്ത? കെവിൻ ട്രെയിൻ കയറിയിട്ടില്ലേ? ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടോ? മോനിങ് വാടാ, ഷോ ഇങ്ങ് വാ. അവനെങ്ങ് വിട്ടെ, പറഞ്ഞു വിട്ടെ. സജയ് ഇങ്ങ് വേടാ. അവന് പാവം, അവനോട് നടത്തി ചോദിക്കട്ടെ, അവൻ എന്തും കൊണ്ട് ഫ്ലൈറ്റേ കയറിയില്ല, അവൻ ട്രെയിനെ കയറിയില്ല. ഇവിടെ റെഡ് ഷെയറായിരുന്നു. അവൻ എവിടെ? ബ്ലൂ അല്ലടാ വരുന്നു. അവന്മാർ നിന്നെ കുത്തിയതാ, അനുവദിക്കല്ല്. ആരാ? നീയും വരണോ ഇവിടെ? എന്നാ കമ്പ്യൂട്ടറിൽ ജോലി. സ്തോത്രം. ആരാ? നീ ആരുടെ പേരാ പറഞ്ഞേ? വാടാ മോനെ, നീ ഇങ്ങ് വാ. അത്രയും അവൻ കഷ്ടപ്പെട്ട് പറഞ്ഞതല്ലേ. വാടാ മോനെ, ആ മൈക്ക് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചേരെ. പിന്നെ ആരുടെങ്കിലും ഇനിയും കംപ്ലൈൻറ്റ് ഉണ്ടോ അവിടെ? ഇല്ലല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? മോനെ അഡ്മിൻ ഇങ്ങ് വാ മോനെ, വാടാ മോനെ, വാ. ഇവിടെ ആണ്ടാ ചായൻ്റെ അടുത്ത് എത്തിക്കോ. സോണി ചാനാണ് റിസർവ് ചെയ്തിരിക്കുക. അവിടെ ഇരുന്നോ മോനെ, എല്ലാ ആഴ്ചയിലും അവിടെ ഇരിക്കണം കേട്ടോ. ട്രെയിനിൽ കയറാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും അല്ലേ? അപ്പോൾ ഒരു അനൗൺസ്മെന്റ് വരും, ഗാഡി നമ്പർ 000 22 ഗാഡി ആനി വാലി ഹി എന്നൊരു അല്ലേ? ദ ട്രെയിൻ നമ്പർ 0023 ഇസ് ഓൺ ദ വേ. ഇപ്പം ഞാൻ കോട്ടയത്തിൽ നിന്നാണ് ഇത് കയറുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ 1.5 വർഷം കോട്ടയത്തിൽ നിന്ന് തിരുവല്ലായി പോയി ഞാൻ പഠിച്ചതാണ്. തിരുവല്ലയിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ ഈ 1.5 വർഷം രാവിലെ ജയന്തി ജനത എക്സ്പ്രസ്സിനോ ജയന്തി ജനതയ്ക്കോ മദ്രാസ് മെയിലിനോ എനിക്ക് തിരുവല്ലയിലെത്തണം. ഉച്ചയ്ക്കല്ല വൈകുന്നേരം ഞങ്ങൾ ഐലൻഡ് എക്സ്പ്രസ്സിന് തിരിച്ച് കോട്ടയത്തെത്തും. ഇങ്ങനെയായിരുന്നു എൻ്റെ 1.5 വർഷം. അപ്പോൾ ഈ നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ട് കഴിയുമ്പോൾ 2 നിലകളിലുള്ള അവനവിടെ എന്തോ ഒരു തമാശ പറഞ്ഞ പോലെ തോന്നുന്നു. എന്നോട് പറയണേ, ഈ സാമിൻ്റെ കയ്യിലൊരു മൈക്കുണ്ട്, കീബോർഡ് വായിക്കുന്നത്, അറിയാവോ? സോണിച്ചാൻ അതിൻ്റെ ഫിറ്റിംഗ് വല്ലതും അറിയാവോ? അവിടെ പറയുന്നത് ഇവിടെ കേൾക്കണം. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം എനിക്ക് വെച്ചേക്കണം. ഞങ്ങൾ മാത്രം ചിരിക്കാം. അതുകൊണ്ട് ചിരിക്കരുത്, ആരും ചിരിക്കരുത്, എല്ലാവരും സീരിയസ് ആയിട്ടിരുന്നേ. ഇനി ചിരിച്ച എല്ലാവരും ആയിക്കോട്ടെ. എന്നാന്നറിയാം, ഞാൻ ഈ ചിരിക്കുന്ന അങ്ങോട്ട് എൻ്റെ മെസ്സേജ് അങ്ങ് പോകും. നിങ്ങളായിട്ട് അതിന് ഇടവരുത്തരുത്. നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥനയിലിരിക്കണം. ജസ്റ്റിനെ, നിന്നെ അവിടെ ഇരുത്തിരിക്കുന്ന ഒരു സ്പൈയെ പോലെയാണ്. എല്ലാം എനിക്ക് അറിയിക്കണം. എന്നിട്ട് പിന്നെ എല്ലാം അറിയിക്കുന്നുണ്ട്. ഓക്കെ, പോട്ടെ. അപ്പം ഈ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമ്മൾ അത്ര നേരം ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ആണെന്നൊക്കെ നമ്മൾ അറിഞ്ഞെങ്കിൽ ലാഘവത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിലും ഈ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മളങ്ങ് ഉഷാറാവും അല്ലേ? അപ്പോൾ ഈ പുക വലിക്കുന്നവർ, ഇന്നലെ ഞാൻ അവിടെ പറഞ്ഞു, അത് പുളിപ്പിറ്റ് അല്ല, നമ്മുടെ അതിന് വലിക്കുന്നവരല്ല, പെട്ടെന്ന് പോയി 5-6 പുകയൊക്കെ എടുത്തു അല്ലേ? പുക വലിക്കുന്നവർക്ക് അങ്ങനെ സിസ്റ്റർ കാണാത്തതുകൊണ്ടാണ്. പുള്ളിക്കാരി ഇന്ത്യക്ക് ഇതെന്തോടെ കാണിക്കുന്നു, അങ്ങോട്ട് നിന്ന് സോണിച്ചാനെ കിസ് ചെയ്ത് കാണിക്കുവാണോ എന്ന്. സോണിച്ചാനെ കിസ് ചെയ്താൽ അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അല്ലേ? ആ കുറേ പുകയെല്ലാം എടുത്തിട്ട് അതെല്ലാം കുത്തിയത് കളഞ്ഞിട്ട് പിന്നെ വന്ന് ട്രെയിനെ നിൽക്കും. ഇപ്പം ഞാനും ഫെലിക്സും കൂടെ പോയതെങ്കിൽ ഫെലിക്സ് എന്നെ സെൻഡ് ഓഫ് ചെയ്യാൻ വന്നിരിക്കുന്നതാണെങ്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കും അല്ലേ? എന്നൊരു ഉമ്മയൊക്കെ കൊടുക്കും.
അപ്പം ട്രെയിൻ വന്നില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ട്രെയിൻ എത്തുന്നില്ല. എന്തൊരു വീർപ്പുമുട്ടലാണെന്നറിയാവോ? ഇവനൊട്ട് പോകുന്നുമില്ല, ആ പുള്ളി എന്തൊക്കെ ഇവൻ്റെ ട്രെയിനൊട്ട് വരുന്നുമില്ല, അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അനൗൺസ്മെൻറ്റ് ഈസ് ദെയർ, ദ ട്രെയിൻ ഈസ് ഓൺ ദ വേ. ഞങ്ങൾ പറയുകയാണ് ചിങ്ങവനത്ത് നിന്ന് ട്രെയിൻ വിട്ടിരിക്കുന്നു, കോട്ടയത്ത് എത്താൻ ഇനി ഫ്യൂ മിനിറ്റ്സ് മതി. ദാറ്റ് മീൻസ് ദ വാഗ്ദത്തം ഈസ് ഓൺ ദ വേ, ബട്ട് സംവെയർ ഇറ്റ് ഈസ് ബീൻ ബ്ലോക്ക്ഡ്. ട്രെയിൻ എത്തിയില്ലെങ്കിൽ, 15 മിനിറ്റ്സിന് എത്തിയില്ലെങ്കിൽ നമുക്കറിയാം സംവെയർ അതിനും ചിങ്ങവനത്തിനും ഞങ്ങളുടെ കോട്ടയത്തിനും ഇടയ്ക്ക് എവിടെയെങ്കിലും, സുജയുടെ നാടൊക്കെ പാക്കിയിലൊക്കെ ഭയങ്കര പരിപാടിയാണെന്ന് പറഞ്ഞു, അവിടെയൊക്കെ ക്രോസിംഗ് ഒക്കെ ഉണ്ട്, അവിടെ എവിടെയോ ബ്ലോക്കായിരിക്കുകയാണ്. ട്രെയിൻ പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ട്രെയിൻ എത്തിയെന്നിരിക്കട്ടെ, അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത. സ്തോത്രം. ഞാൻ തിരുവല്ലയിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ട്രെയിൻ ഇങ്ങനെ വന്ന് നിന്നിട്ട്, ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ നിൽക്കും ഇന്ന് പോകണമെന്ന്. സത്യം, ഇന്ന് പോകണോ? ആരും അറിയത്തില്ല പോയില്ലെങ്കിൽ. എനിക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. കോട്ടയത്താണ് അഭിലാഷുണ്ട്, ആനന്ദുണ്ട്, അനുപമയുണ്ട്, അങ്ങനെ കുറേ എണ്ണമുണ്ട്. എന്താ ബാക്കിയൊക്കെ പേര് പറഞ്ഞു, അനശ്വര. ഇവിടെയിലേക്ക് പോയി അല്പസമയം. പെണ്ണുങ്ങളുടെ പേരല്ലടാ പോയി. ഇവരെല്ലാം ചിന്തിക്കും ഈ പുള്ളി കൊള്ളാമല്ലോ എന്ന്. ആനന്ദ മന്ദിരമുണ്ട്, കേട്ടിട്ടില്ലേ? ആനന്ദുണ്ട്, അങ്ങനെയുള്ള കുറേ ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസിൻ്റെ പേരെല്ലാം പറഞ്ഞത് പോട്ടെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോയിരിക്കാമെന്നൊക്കെ ചിന്തിക്കും. ട്രെയിൻ വന്ന് പോയി. 2023 ദൈവത്തിൻ്റെ വാഗ്ദത്ത വർഷമായിരുന്നു. സൈറൺ മുഴങ്ങിയായിരുന്നു. 2022 ഡിസംബർ തീരുന്നു, ജാനുവരി 1 സൈറൺ മുഴക്കിയായിരുന്നു. ദിസ് ഈസ് ദ ഇയർ ഓഫ് ഗോഡ്സ് പ്രോമിസ്. വാഗ്ദത്തം ദൈവം അയക്കാതിരുന്നിട്ടല്ല ദൈവമക്കളെ, പക്ഷെങ്കിൽ എത്താതിരുന്നിട്ടുമല്ല, നമ്മളതിൽ കയറിയില്ല. എങ്ങനെയോ നമുക്കത് മിസ്സായിട്ടുണ്ട്. അവിടെയാണ് ദൈവാത്മാവ് ഈ വർഷത്തെ പ്രോമിസ് നൽകിയിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന. അപ്പൊ പ്രത്യാശയുടെ സ്വീകാര്യം, പ്രത്യാശ ഹയർ ഹോപ്പാ, അതിൽ നീ മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ, അവനത് നിവർത്തിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചർച്ചിൽ, ഇവിടെ തന്നെ. ഞാൻ 2014 PG വർഗീസ് അങ്കിളിനെ ലിവർപൂൾ സ്റ്റേഷനിൽ നിന്ന് ഞാനും സുജയം കൂടെ ആണെന്ന് തോന്നുന്നു കയറ്റിവിട്ട് സ്റ്റേഷനകത്ത് ഞങ്ങൾ പറഞ്ഞു, അങ്കിൾ ഇവിടെ ഇരുന്നു. അങ്കിൾ പറഞ്ഞു പൊയ്ക്കോ, ഗാവോ ഗർ ജാവോ. ഞാൻ പറഞ്ഞു ഓക്കെ ഗർ ജാത്തി. വണ്ടിയെ കയറി കുറച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പം അങ്കിൾ വിളിച്ചു. ഞാനോർത്ത് എവിടെ വരെ ആയെന്നറിയാനാണ്. കഹാം പോഞ്ച് ഗയാന്ന് ചോദിച്ചു. ഇന്നെല്ലാം പോയി. ഞാൻ പറഞ്ഞു ഓൺ ദ വേ ടു ഹൗസ് എന്ന് പറഞ്ഞു. മേരാ ഗാഡി തോ മിസ് ഗയാ ഹൈ, എൻ്റെ ഗാഡി മിസ്സായിപ്പോയെന്ന്. ഞാൻ ചോദിച്ചു അങ്കിൾ കയറിയിരുന്ന ട്രെയിനോ? അതിൻ്റെ മുമ്പിൽ വേറൊരു ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു, അതായിരുന്നു നമ്മൾ പോകേണ്ടതെന്ന്. ഞാൻ ഏറ്റവും പുറകിൽ, ഇലക്ട്രിക് ആണെങ്കിലും എങ്ങാനും പുകയടിച്ചാലോ എന്നൊക്കെ ഓർത്ത് പുറകെ കൊണ്ട് ഇരുത്തിയതാണ്. അതിന് മുമ്പിൽ ഒരു 3 കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെറിയ ട്രെയിൻ ഉണ്ടായിരുന്നു. അതായിരുന്നു യോർക്കിന് പോകേണ്ടത്. പുറകെ കിടക്കുന്നത് അതിനുശേഷം ലണ്ടൻ കണ്ടുപോകണതാണ്. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരേ പാളത്തിൽ കൊണ്ട് 2 ട്രെയിൻ ഇടും. നിങ്ങൾ എന്തെങ്കിലും ട്രെയിൻ യാത്ര ഉണ്ടെങ്കിൽ മുമ്പിലത്തേതിൽ പോയി കയറാവുള്ളേ. ഞാൻ പറഞ്ഞു സുജയ വണ്ടി U-ടേൺ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു എങ്ങനെ U-ടേൺ അടിക്കുക? എൻ്റെ കൂടെ ഇവിടെ ആയിരുന്നു തോന്നുന്നു. ഞങ്ങൾ പറഞ്ഞു അങ്കിളെ ഒരു 15 രൂപ ഞാൻ അവിടെ എത്തും തിരിച്ച്. അങ്കിൾ പറഞ്ഞു ഓക്കെ വരണം എന്നില്ല. ഞാൻ പറഞ്ഞു എത്താം. അങ്കിൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ അനുഭവം പുള്ളിയുടെ പല മെസ്സേജെങ്കിലും കേൾക്കുമ്പോൾ ഇത് ലിവർപൂൾ ആണെന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്തോണം. പുള്ളിയുടെ മെസ്സേജിനകത്തുള്ളത് പലയിടത്തും ഇത് പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളി ഇതിന് മുന്നേ ഈ പരിപാടി ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് കേക്ക്, പുള്ളി പ്രാർത്ഥിച്ചും കൊണ്ട് നിന്നു. ലിവർപൂൾ സിറ്റി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ലൈം സ്ട്രീറ്റ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഞങ്ങൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് പുള്ളി വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്കിളെ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്ക്, സ്റ്റാർബക്സൊക്കെ അങ്കിൾ ഇഷ്ടമല്ലേ, കുടിച്ചോളാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ജീരകവെള്ളം കുടിക്കുന്നുണ്ട്, നിങ്ങൾ തന്നു വിട്ടത്. അങ്കിൾ എന്നിട്ട് പറഞ്ഞു ഇനിയും വരണ്ട, ട്രെയിൻ വന്നു, ഞാൻ അതിൽ കയറി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചേ പിന്നെ അല്ലാതെന്ന്. എനിക്കൊരു മുന്നേ എക്സ്പീരിയൻസ് ഉണ്ട് ഇതുപോലെ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നവിടത്തു നിന്ന് ഇറങ്ങാതെ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു,
ഈ പാശ്ചാത്യ നാട്ടിൽ എനിക്കൊരു പരിചയവുമില്ല. എന്നെ കൊണ്ടുവന്നിരിക്കുന്ന പാസ്റ്ററും കുടുംബവും പോയിരിക്കുന്നു. അവർക്ക് ഉപവാസ പ്രാർത്ഥന നിൽക്കുമ്പോൾ നിന്റെ ദാസനായിരിക്കുന്ന എനിക്ക് വേണ്ടി അവർ മടങ്ങി വരുമ്പോൾ ഒരു സഭയ്ക്ക് മൊത്തം താമസം അത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മിസ്റ്റേക്ക് അല്ല ഇത്, അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല, ഞങ്ങളുടെ അറിവില്ലായ്മയാണ്. അറിവില്ലായ്മയെ പൊറുക്കുന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കർത്താവേ, ഇവിടെ കടന്ന ട്രെയിനും പോയല്ലോ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ പോയ ട്രെയിൻ മടങ്ങി വരട്ടെ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറത്തൽ, അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഈ ഭക്തന്റെ മുമ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം പ്രസംഗിക്കുന്ന ഈ പാസ്റ്ററിന്റെ ജീവിതത്തിൽ തൻ്റെ പ്രാർത്ഥനാ ലൈഫിനെ ദൈവം മാനിച്ച് താൻ അനേകരെ നേടിയല്ലോ എന്നോർത്ത് ദൈവത്തിൻ്റെ കരുണ ഇറങ്ങി ഈ പോയ ട്രെയിൻ തിരിച്ചു വന്നിട്ട് ഇതാ കയറി ഇരുന്നിട്ട് ഞങ്ങളോട് പറയാണ്, ഇത് യോർക്ക് തന്നെയാണ്, നിങ്ങൾ പൊയ്ക്കോളാൻ. ഞാൻ പറഞ്ഞതിൻ്റെ സംഭവം അദ്ദേഹം ഇനി എന്തെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. അദ്ദേഹം പറയും 2 പ്രാവശ്യം നടന്നതായിട്ട് അന്നേരത്തെ രണ്ടാമത്തെ ആയിരുന്നു, പിന്നെ നടന്നിട്ടുണ്ടായിരിക്കാം. നമുക്ക് 2023 ദൈവം വാഗ്ദത്തം ചെയ്തതിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കല്ലേ, 2 ചെവിയും തുറന്ന് കേട്ടോണം. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദത്തം ചെയ്ത ദൈവത്തോട് പറയണം, 2023 ജനുവരി ആരംഭത്തിൽ എൻ്റെ കർണപുടത്തിൽ വ്യക്തവും ക്ലിപ്തവുമായി കേൾക്കത്തക്ക നിലകളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്നോട് സംസാരിച്ചതിനെ ഒരു സൈറൺ മുഴങ്ങുന്നത് പോലെ, ഒരു അനൗൺസ്മെന്റ് പോലെ കേട്ടിട്ട് പല സമയങ്ങളിൽ വാഗ്ദത്തം എൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പെറുക്കിൻ്റെ സമയത്ത് മഞ്ഞ പെറുക്കാതിരുന്നത് പോലെ, പൊഴിയപ്പെട്ട കാടപ്പക്ഷിയെ പെറുക്കാതിരുന്നത് ചീഞ്ഞളിഞ്ഞതുപോലെ ദൈവമേ, വാഗ്ദത്തം വന്നപ്പോൾ, അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, അഭിഷേകത്തിൻ്റെ ഭാഷയിൽ സംസാരിപ്പാൻ ദൈവദാസന്മാരിൽ ഉത്തേജനം ലഭിച്ചപ്പോൾ ഞാൻ മെരീബ ദിവസത്തിലെ പോലെയും മനസ നാളിലെ പോലെയും ഞാൻ എൻ്റെ ഹൃദയത്തെ കഠിനമാക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന വാഗ്ദത്തമാകുന്ന തീവണ്ടി അങ്ങ് പോയി എങ്കിൽ ഞാൻ നിരാശപ്പെടുന്നില്ല. ഈ ജനുവരി മാസം 7-ാം തീയതി ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, നഷ്ടപ്പെട്ടതിനെ സംവത്സരങ്ങൾക്കൊത്ത് മടക്കി നൽകുന്ന ദൈവപ്രവൃത്തി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. ഇതൊന്നൊന്ന് റീസെറ്റ് ചെയ്യണേ, ഇത് ചെയ്യണം. 5-6 ആഴ്ചയായിട്ട് ഞാൻ പറയുന്നുണ്ട്, റീസെറ്റ് ചെയ്യണേ. അപ്പം വാഗ്ദത്തം പോയിട്ടില്ലെങ്കിൽ മടങ്ങി വരും. വാഗ്ദത്തം പിന്നെയും വന്നു, പിന്നെയും ട്രെയിൻ മടങ്ങി വന്നു. പുള്ളി പറയുക, ഞാൻ കയറുന്നില്ലെന്ന് പറഞ്ഞാലോ, പുള്ളിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമോ ട്രെയിൻ? ഇവിടെ PG വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഉണ്ടോ. ട്രെയിൻ മടങ്ങി വന്നിരിക്കുന്നു, കയറെന്ന് പറയൂ. അവൻ അടുത്ത സൈറനടിക്കും, അല്ലേ? ആയിട്ട് അതങ്ങ് പോവും. ഞാൻ ഈ വർഷത്തെ തീം ലഭ്യമായപ്പോൾ ഞാൻ റിജയ പാസ്റ്ററോട് പറഞ്ഞു, ഒന്ന് ഞാൻ അറിയുന്നു റിജയ പാസ്റ്ററെ, എൻ്റെ മിനിസ്ട്രി ലൈഫിൽ ഇതുവരെ കാണാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിക്കുന്ന വർഷം ഞാനത് അറിയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇതുവരെ നിങ്ങളിത് കുറിച്ച് വെച്ചോ, 2024 ഡിസംബർ ആകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ട് പറയും. കാര്യം, വാഗ്ദത്തം ചെയ്ത ദൈവത്തോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും, ഞാൻ ജിബിന് വേണ്ടി ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, പ്രയർ ലിസ്റ്റ്. സിസ്റ്ററിനോട് ചോദിച്ചു, അതും പ്രകാരം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെ മേൽ ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ ഒന്നും വെളിപ്പെട്ട് വരുന്നില്ലല്ലോ, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും വെളിപ്പെട്ട് വരുന്നില്ലല്ലോ, ഇവരുടെ ജീവിതത്തിലെല്ലാം മറവാണല്ലോ, ഇവരുടെ ജീവിതത്തിലെല്ലാം കൂരിരുട്ടാണല്ലോ, ഇവരുടെ ജീവിതത്തിലെല്ലാം ബാരിയേഴ്സ്, ഒബ്സ്ട്രക്ഷൻസ് പോലെ, എരികോ പോലെ നിൽക്കുകയാണല്ലോ, ഇവരുടെ ജീവിതത്തിൽ ഹിംസ്രജീവികളാൽ ബന്ധിക്കപ്പെട്ടവനായ ദാനിയേലിനെ പോലെ, അല്ലെങ്കിൽ അഗ്നിക്ക് സമാനമായ വിഷയങ്ങളിലൂടെ ഇവർ കടന്നു പോവുകയാണല്ലോ. ഇവരുടെ മുമ്പിൽ കർത്താവേ, വാതിലുകളെ തുറക്കുന്ന, ഏത് പൂട്ടിയിട്ടതിനെയും തുറക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നറിഞ്ഞു, എന്റെ ദൈവത്താൽ സാധ്യതകളില്ലാത്തവിടത്തെ മൊട്ടക്കുന്നിനെ മരുഭൂമിയാക്കുന്ന, മരുഭൂമിയെ നീർജല തടാകമാക്കുന്ന, മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ദൈവപ്രവൃത്തിയും എന്റെ ജീവിതത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ പറ, ഇത് എന്നോടുള്ള ദൂത. സ്തോത്രം.
ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തിട്ട് ദൈവം വാക്ക് മാറ്റത്തില്ല, അവനത് നിവർത്തിക്കും. ഒന്ന് ആമീൻ പറഞ്ഞേ. ആമീൻ എന്ന നാമമുള്ളവന്റെ നാമം ഉയർത്തിക്കുക. ഒന്നും കൂടെ എല്ലാ ആദരങ്ങളിലും പറ ആമേൻ. ഒന്നും കൂടെ ആമേൻ, ആമേൻ. അത് സംഭവിക്കും. ഇങ്ങനെ സംഭവിച്ചു തുടങ്ങുമ്പോൾ പുരുഷന്മാരെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. സ്തോത്രം. കർത്താവിനോട് പറയണം, ചിലത് പോയെന്ന് ഞാൻ വിചാരിച്ചു, ചിലത് പോയെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഞാൻ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ ചുറ്റിരിക്കുക, മുറുകെ പിടിച്ചിരിക്കുക. വാഗ്ദത്തം ചെയ്തവന്റെ പ്രത്യാശയുടെ സ്വീകാര്യത്താൽ പോയതിനെ രക്ഷയെന്ന ആ ഫലം ഉപയോഗിച്ച് നമ്മൾ പോയതിനെ മടക്കി വിളിക്കും. വിശ്വാസത്താൽ മടങ്ങി വരാൻ പറയും. അധികാരത്തെ കൽപ്പിക്കും. വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നടമാടുന്നതിനെതിരായി എന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പോരുകളെയും ഞാൻ മാറ്റുന്നു. ഈ വർഷം ഞാനത് പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ബോംബെയിലുണ്ടായിരുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാം ബോംബെയിലെ ഒരു സംഭവം. ബോംബെ ഈസ് എ വെരി ഫേമസ് ഫോർ പിക്ക് പോക്കറ്റിംഗ്. പിക്ക് പോക്കറ്റിങ്ങിൽ വലിയ ഫേമസാണ്. ആദ്യമായിട്ട് ബോംബെ വരുന്നവരെ കണ്ടാൽ അറിയാം. കഴിഞ്ഞ ദിവസം ഉപവാസത്തിൻ്റെ ഫസ്റ്റ് സെഷനിൽ ഞങ്ങളൊരു സീക്രട്ട് പൊട്ടിച്ചു. എന്നതാ പറയണ്ടല്ലേ? അങ്ങനെയല്ല, അറിയണ്ട അല്ല സജീവരെ. എന്നാൽ അതിൻ്റെ വേറൊരു പകർപ്പ് പറയാം. ഉപവസിക്കാത്തവർ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയും അല്ലേ? അപ്പം ജഡം കൊണ്ടും അറിയാം. ഞാൻ ജോസച്ചാൻ്റെ കൈ മണത്ത് നോക്കി അല്ലേ? അജാമീനെ കൈ ഗ്ലൗസിനകത്ത് കിട്ടാ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഷൈനി എന്നോട് പറഞ്ഞു, തോട്ടായ നാക്ക് മുറിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നു. അത്രയും പറഞ്ഞില്ല കേട്ടോ, രഹസ്യത്തിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു. പാവം 3 ദിവസമായിട്ട് ഉപവാസം അല്ലേ? എന്ത് ചെയ്യും നമ്മുടെ അഡ്മിൻ? ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് അനങ്ങാൻ വരുന്നു. ഞാൻ പറഞ്ഞ പാട്ട് റെഡിയാ. ഏതാ? സമയമാഭ്രതം. ഇപ്പം പറയുന്നത് വൈകിട്ടൊന്നും എനിക്ക് ഇറങ്ങാൻ വരുതേ, ഞാൻ വീണ എഴുന്നേറ്റ് താഴെ വീഴും, എന്നെക്കൊണ്ട് ഇങ്ങനെയൊന്നും ഉപവസിപ്പിക്കരുതേ. ഈ വർഷം ഓഫീസ് ബേസ് ആയിരിക്കുന്ന എപ്പിസോഡ് ബ്രദറൊക്കെ കേൾക്കുന്നുണ്ടോ? ഉപവസിച്ചില്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. ഉപവസിപ്പാൻ വേണ്ടി പ്രാപ്തരായവരെയാണ് ദൈവനിയോഗത്താൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഞങ്ങൾ ടെൽഫോർഡിൽ റിജോ പാഷ തിരഞ്ഞെടുത്തു. ഒരു പേര് മാത്രം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറഞ്ഞുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഉപവസിക്കണമേ. ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ ഉത്തരവാദിത്വം ചിലർക്ക് കൂലിക്കൊടുത്തുള്ള ഉപവാസമല്ല. എൻ്റെയും നിൻ്റെയും ജീവിത ഭാഗമായത് ഉപവസിക്കുക. ജീവിതത്തിൻ്റെ ഭാഗമാണ് ഉപവാസം, പ്രാർത്ഥന. അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊണ്ട് ഉപവസിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കും. സ്തോത്രം. ഉപവസിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഉപവസിക്കും. സ്തോത്രം. നമ്മൾ പറയും നമ്മുടെ തിരക്ക അല്ലേ? തിരക്ക, നമുക്ക് ബിസിയാ, നമുക്കൊന്നിനും ഒക്കുന്നില്ല. ഹല്ലേലൂയ. എല്ലാം ഒപ്പിക്കുമെന്നേ ദൈവം. നമ്മുടെ ബെൻസി ബ്രദർ ഇരിപ്പുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നോട് പറയാം, 1 വർഷം അല്ലേ, ഒന്ന് എഴുന്നേറ്റ് നിങ്ങളെല്ലാവരും കാണണമെന്ന്. അങ്ങോട്ട് നോക്കെല്ലാവരും. ഞാൻ വെള്ളം കുടിക്കാൻ നേരം ആടുന്ന് കണ്ടില്ല എല്ലാവരും. ഒന്ന് ശരിക്കും കൈ വീശി കാണരുത്. സൗദി അറേബ്യയിൽ ഒരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായിട്ട് തൻ്റെ വലത് കരം മുറിഞ്ഞങ്ങ് പോയി. എവിടെയോ കിടക്കുന്നു, അറ്റുപോയി അല്ലേ? അറ്റുപോയി. 6 മാസം ഒരു വ്യക്തി കോമായിൽ കിടന്നു. 6 മാസം ICUലല്ല, വെന്റിലേറ്ററിലല്ല, 6 മാസം കോമായിൽ. പിന്നത്തെ 6 മാസം ബെഡ് റിഡനായിട്ട് കിടന്നു. 1 വർഷം മുഴുവൻ അമേരിക്ക സർക്കാർ അല്ല അമേരിക്കൻ ഓർഗനൈസേഷൻ ഇദ്ദേഹത്തിന് വേണ്ടി $1,00,000 എന്നാണ് എന്നോട് പറഞ്ഞത്. 1-2 ആ ഹോസ്പിറ്റലുകാർക്ക് പേ ചെയ്തു. തൻ്റെ കൈ വെച്ചു പിടിപ്പിച്ചു. കൈ ചലിക്കത്തില്ല, ജസ്റ്റ് ഒരു ഷോ പീസായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു.
ദേവദാസനെ, ഈ വാഗ്ദത്ത പൂർത്തീകരണ വർഷം അല്ലെങ്കിൽ വിശ്വസ്തതയുടെ വർഷം ഞാൻ ഡ്രൈവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഡ്രൈവിങ്ങിൽ അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻറ്റിലൂടെ നഷ്ടപ്പെട്ടതിനെ വർഷങ്ങളായിട്ട് ഞാൻ ഭയത്തിൽ കിടക്കുകയായിരുന്നു. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് വണ്ടി ഓടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് തൊട്ട് ഓടിക്കാൻ തുടങ്ങാൻ പറഞ്ഞങ്ങ്. അദ്ദേഹം പോകാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പിശാച് മുറിച്ചതിനെ ദൈവം കൂട്ടിയോജിപ്പിക്കുമെന്നേ. ദൈവം കൂട്ടിയോജിപ്പിക്കും. ഇന്ന് പകൽ അതുകൊണ്ട് പറയണം, എല്ലാ മത്സരവും ആഭിചാരവും ദ്വന്ദ്വപക്ഷവും കപടതയും ഭക്തിയും എല്ലാം മാറ്റി, കപടഭക്തിയും മാറ്റിയിട്ട് ഞാൻ എൻ്റെ യേശുവിനെ ആവോളം യേശുവിൻ്റെ നാമത്തിനൊത്തവണ്ണം സ്തുതിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സർദീസ് സഭയുടെ കാര്യമാണ് വായിച്ചത്. സർദീസ് സഭയുടെ കാര്യം. അപ്പൊ ഇവിടെ കുറെ പേര് ഭക്തരാ, കുറെ പേര് അഭക്തരാ. ഈ നമുക്കറിയാം, ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് ഈ യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തുന്നത്. ഡൊമീഷ്യന്റെ വികൃതികളിൽ ഒരു വികൃതിയായിരുന്നു, വിശ്വാസ വീരന്മാരെ മരക്കൊമ്പുകളിൽ കെട്ട് മരങ്ങൾ അടുപ്പിച്ച് മരങ്ങൾ വിടിവിക്കും. സ്തോത്രം. നമ്മൾ വായിച്ച ഭാഗത്തിന്റെ 2-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. സർദീസ് സഭയോടുള്ള വാക്യമാണ്, ഉണർന്നുകൊള്ളുക. ഇപ്പൊ ഡൊമീഷ്യൻ നാട് കടത്തിയത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടിട്ടും അത് യോഹന്നാൻ കരിഞ്ഞു പോവുകയോ വെന്തു പോവുകയോ ചെയ്തില്ല. അപ്പോഴാണ് ഈ പത്മോസിലേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ വികൃതികളിൽ ഒരു വികൃതിയായിരുന്നു, ഈ പെന്നെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം മമ്മിക്കെട്ടെന്ന് പറഞ്ഞില്ല, എന്ന് പറഞ്ഞ പോലെ മുഴുവൻ തുണി റാപ്പ് ചെയ്തിട്ട് എണ്ണ ഒഴിക്കും. എൻ്റെ ശരീരം മുഴുവൻ എണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തും രാത്രിയിൽ. എന്നിട്ട് നമ്മൾ ഇപ്പം ഞാൻ തീപ്പന്തമായിട്ട് ഇങ്ങനെ ഓടുമല്ലോ, ഈ രാത്രിയാണ്, ലൈറ്റൊന്നുമില്ല, വിളക്കുകളെല്ലാം അണയ്ക്കും. എൻ്റെ വെട്ടം ഇങ്ങനെ തീ പോലെ ഓടുമ്പോൾ അവിടെ അദ്ദേഹം നൃത്തം ചെയ്യിക്കും പെണ്ണുങ്ങളെ കൊണ്ട്. ആ പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, അപ്പം നിങ്ങൾക്ക് എല്ലാം പിടികിട്ടും. പെണ്ണുങ്ങളെ കൊണ്ട് ഈ മനുഷ്യക്കുരുതി നടക്കുമ്പോൾ, തീക്കിരയാകുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നൃത്തം ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ആ കാലത്ത് മരിച്ചു അനേകരും. മറ്റൊന്നാണ്, വലിയ വലിയ ചാക്കുകെട്ടുകൾ കൂട്ടി യോജിപ്പിച്ച് അതിൽ ഈ മനുഷ്യരെ കടത്തിവിടും, അതിനകത്തങ്ങ് കടത്തും. എന്നിട്ട് കൂട്ടിക്കെട്ടിയിട്ട് അതിൽ ചെറിയ ദ്വാരമിട്ട് വലിയ വിഷപ്പാമ്പുകളെ അതിനുള്ളിലേക്ക് കടത്തിവിടും. മൂന്നാമത്തേതാണ്, മരക്കൊമ്പുകളിൽ കെട്ടിയിട്ടിട്ട് മരക്കൊമ്പുകൾ ചേർത്ത് പിടിക്കും, അതിൽ കെട്ടിയിട്ടിട്ട് മരക്കൊമ്പുകൾ വിടിപ്പിക്കും. പിന്നെയുണ്ട്, അതായത് ഈർച്ചവാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാളിലേക്ക് ഇങ്ങനെ തടിമില്ലിൽ കയറ്റിവിടുന്ന പോലെ വിശ്വാസ വീരന്മാരെ കയറ്റിവിട്ടു. എന്താ, അവർക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ യേശുവിനെ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ മതി, ജീവൻ ലഭ്യമാകും. എണ്ണയിൽ പോകത്തില്ല, തീപ്പന്തമാകത്തില്ല, മരക്കൊമ്പുകളിൽ അവർ പോകത്തില്ല, ഹിംസ്രം മൃഗജീവികളുടെ മുമ്പിൽ അവരെ ജീവനോടെ എറിഞ്ഞു കൊടുക്കപ്പെടത്തില്ല. മറ്റൊരു രീതിയാണ്, വലിയ വാർപ്പ് ചെമ്പ് പോലെ ഉള്ളതിനകത്ത് എണ്ണ നിളച്ചിട്ട് മനുഷ്യരെ പിടിച്ചിടും. വാർപ്പിൻ്റെ അടപ്പ് തുറന്നു നോക്കിയപ്പോൾ യോഹന്നാൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക. പിശാച് ഒരു വ്യക്തിയുടെ മേൽ അധിവസിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കോണം. ഈ സഭ ഉടലെടുത്ത പുതിയ നിയമസഭ തൊട്ട് പറയാം, അല്ലെങ്കിൽ പഴയ നിയമത്തിലോട്ടൊന്ന് പോകാൻ പറ്റുമെങ്കിൽ പോവാം. എവിടെയെല്ലാം സഭയ്ക്കെതിരെ ഒരു വ്യക്തിയായിരിക്കും എഴുന്നേൽക്കുന്നത്. ഒരു വ്യക്തി ചുമ്മാ ഇരുന്ന്, ഞാൻ ആ ഭാഗം വരാൻ വന്നേ, ഒറ്റ വ്യക്തിയായിരിക്കും എഴുന്നേൽക്കുന്നത്. പക്ഷേ ഇത് സഭയുടെ മുന്നേറ്റത്തിന് തടസ്സമാണ്. സഭയിലാക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർക്ക് ക്ഷീണമാണ്. സഭയുടെ വിശ്വാസ കൂട്ടങ്ങൾക്കത് അതൊരു പക്ഷപാതത്തിനിടയായിത്തീരും. ഇടർച്ചയ്ക്ക്, അകൽച്ചയ്ക്ക്, വിശ്വാസ ത്യാഗത്തിനൊക്കെ ഇടയായിത്തീരും. നമ്മൾ പറഞ്ഞതുപോലെ വാഗ്ദത്തം ലഭ്യമാകേണ്ട വാഗ്ദത്തം ലഭ്യമാകാതിരിക്കും. ഒറ്റ വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ഫെലിക്സ് എന്നെ ഇങ്ങനെ വിളിക്കുക. ഞാനൊരു ഉദാഹരണം പറയുന്നോളൂ, ആ ഭാഷ അതെ ഈ ജിക്സ് ഇവനുണ്ടല്ലോ, ഇവൻ്റെ പേരാണ് ജെഫി ശരിയല്ല. ഞാൻ പറയും ശരിയാണ്, അല്ലെന്നേ ശരിയല്ല, ശരിയാണെന്നേ ശരിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞ് ഒപ്പിച്ചു. പിറ്റേ ആഴ്ച ഞാൻ നോക്കി, ഇവൻ ശരിയല്ലല്ലോ. വാക്കിൻ്റെ ശക്തി അതാ. ഞാൻ പിന്നെ ഇവനെ നോക്കുന്നു, ഷൂ ഇട്ട് വെള്ളം, അവന് സോക്സ് മര്യാദ ഇട്ടിട്ടില്ല, എന്തെല്ലാം കുറ്റങ്ങളാ. അവൻ ഷർട്ട് ഇട്ടിരിക്കുന്നു, എന്തോ ഒരു സാധനം കഴുത്തൊക്കെ ഇട്ടിട്ടിരിക്കുന്നു, വാച്ച് കൊണ്ടില്ല, മറ്റേത് കൊണ്ടില്ല, മുറിച്ച് കൊണ്ടില്ല, ഭയങ്കര കുറ്റം. എന്തിനാ? എന്നാ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയണം, ഹീസ് എ ബ്ലെസ്ഡ് പേഴ്സൺ. ഞാൻ പറയാം, ഇല്ല പാസ്റ്ററെ, അവനൊരു അനുഗ്രഹിക്കപ്പെട്ടവനാ, അവൻ നമ്മുടെ സഭയ്ക്കൊരു അനുഗ്രഹമാണ് അല്ലേ. അപ്പോൾ ഞാൻ വന്നിട്ട് പറയാം, മോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി അല്ലേ.
ഇപ്പം നമുക്ക് ഇപ്പം സുജ നിങ്ങളെ വിളിക്കാറില്ല അങ്ങനെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് വിളിക്കേണ്ടതെന്ന് അധികം പേര്. വിളിച്ചിട്ട് സുജ ആരുടെയെങ്കിലും കുറ്റം പറയാം, സാൻജോസിനോട് പറയാം ജിബി. അപ്പം സുജയുടെ അടുത്ത കോൾ വരുമ്പോൾ എന്നാ പറയും? എനിക്ക് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, ജിബി ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. സുജയുടെ വിളിയുടെ ഉദ്ദേശം ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ തെന്നിക്കുക എന്നുള്ളതാണ്. അപ്പം പുള്ളിക്കാരി മോശമല്ല ജിബി. ഈ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പയ്യെ ഹിസ്റ്ററി നോക്കുമ്പോൾ സുജയായിട്ട് ഈ പുള്ളിക്ക് എന്നാ ഞാനറിയാത്ത ബന്ധം. പിന്നെ സംശയമായി, രോഗമായി, പീഡയായി. പുള്ളിയാണെങ്കിൽ റെസ്ലിംഗുകാരനാണ്, ഓരോറ്റ ഇടിയും കൊടുത്തു, പരിപാടി കഴിഞ്ഞു. പുള്ളിക്കാളി കളരിയും രണ്ടും കൂടി ആയി പ്രശ്നമായി തീരും. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുന്നത് പോലെ ആകട്ടെ. സ്തോത്രം. ഡൊമേഷ്യൻ നാട് കടത്തിയപ്പോൾ ഡൊമേഷ്യൻ്റെ ചിന്ത ഇത് അടയ്ക്കപ്പെടുകയാണെന്നുള്ളതാണ്. പുതിയ നിയമസഭയിലെ യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചാഞ്ഞിരുന്ന യോഹന്നാനും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ യുഗം ഇവിടെ അവസാനിക്കുമെന്നും പറഞ്ഞ് ഒരൊറ്റ കേറ്റുപിടിയിലാണ് വിട്ടത്. എങ്ങോട്ടതാ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്നൊക്കെ അറിയപ്പെടുന്നത് പോലെ അക്കാലത്തെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളായിരുന്നു പത്മോസ്, ഗ്രീസിലുള്ളതാണ്. അവിടെയാണേലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴുകന്മാരെ, മൃഗങ്ങളെ, ഹിംസ്ര അല്ലെങ്കിൽ ഘോരമൃഗങ്ങളെ, ഇതിനിടയിലാണ് യോഹന്നാനെ കൊണ്ടിട്ടത്. സ്തോത്രം. പക്ഷെങ്കിൽ കർത്തൃ ദിവസത്തിലെ യോഹന്നാനുണ്ടല്ലോ ആത്മാവിലായി. യോഹന്നാൻ അങ്ങോട്ട് ആത്മാവിലായി. യോഹന്നാൻ പുതിയ നിയമസഭയ്ക്കുള്ള വെളിപ്പാടുകൾ എഴുതി. സ്തോത്രം. ഞാനത് ഹിസ്റ്ററി വായിച്ചപ്പോൾ ഇങ്ങനെയാണത് മനസ്സിലായത്. എഴുതപ്പെട്ടത് മുഴുവൻ ഹൃദയപ്പലകകളിലായിരുന്നു. കാര്യം ഒന്നും സാമഗ്രികളൊന്നുമില്ല കയ്യിൽ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, വെളിപ്പാട് പുസ്തകം മുഴുവൻ ആ ഹൃദയത്തിൽ എഴുതപ്പെടണമെങ്കിൽ ആ ഹൃദയം ദൈവം എന്തുമാത്രം തുറന്നു കൊടുത്തല്ലേ. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിന്നെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വർഗീയ വാതിലുകൾ തുറന്നു കൊടുത്തതുപോലെ തന്നെ ഇവൻ്റെ ഹാർഡ് ഡിസ്ക് ഒരു 10-15 എണ്ണം അങ്ങോട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നു, എഴുതുന്നത് ആർക്കും ഫോർമാറ്റ് ചെയ്യാൻ പറ്റാത്ത നിലകളിൽ അത് എഴുതപ്പെടണം. പിന്നത്തേതിൽ നമ്മളതിൻ്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ പോളികാർപ്പിനെ കൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം മുഴുവൻ താനത് തൻ്റെ ഹൃദയത്തിൽ നിന്ന് പകർന്നപ്പോൾ എഴുതിയത്. സ്തോത്രം. നമ്മൾ ആ നിലകളിൽ ചിന്തിക്കുമ്പോൾ സാത്താൻ അടച്ചതിനെ ദൈവം തുറന്നപ്പോൾ ഉണ്ടല്ലോ, അനേക നൂറ്റാണ്ടുകളായി ദാനിയേൽ മുഖാന്തരം മുദ്രയിടപ്പെട്ടിരുന്ന മുദ്രകളെ പൊട്ടിക്കുകയാണ് അല്ലേ. കുഞ്ഞാട് മുദ്ര കിട്ടി, ധൂപകലശം കിട്ടി, പൊട്ടിക്കാൻ യോഗ്യനായവൻ വന്നു. ദാനിയേൽ മുദ്രയിട്ടതിനെ യോഹന്നാൻ്റെ ആ വെളിപ്പാടിലൂടെ യേശു കർത്താവ് മുറിക്കുന്നു, അല്ലെങ്കിൽ യോഹന്നാൻ്റെ വെളിപ്പാടായിട്ട് നമുക്ക് ലഭ്യമാകുകയാണ്. അനേക നാളുകളായി അടയപ്പെട്ടതിനെ നോക്കി നമ്മൾ അങ്ങനെ പ്രവചിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പിശാച് ഓർക്കുന്നത് വലിയ സന്തോഷത്തിനാണ്. എന്നാൽ ഞാൻ വീണുവെങ്കിലും ദുഷ്ടൻ്റെ ശക്തികളെ ചിരിക്കേണ്ട, ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇതുവരെ കാണാത്ത വെളിപ്പാടിലേക്ക് ഞാൻ നടക്കുകയും ചെയ്യും. സ്തോത്രം. അപ്പോൾ ചില കഷ്ടങ്ങൾ എന്തും കൊണ്ട് വരുന്നു എന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. യോഹന്നാനോട് ചോദിക്കുകയാണെങ്കിൽ യോഹന്നാൻ പറയും, ആ കഷ്ടതയിലായിരുന്നത് സ്വർഗീയ വെളിപ്പാടുകളെ കാണാൻ കർത്താവ് എന്നെ ഇടയാക്കി. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കണം, ചില ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഞാനൊരു ചോദ്യത്തോടു കൂടിയാണ് തുടങ്ങിയത് അല്ലേ. എൻ്റെ ജീവിതത്തിൽ അല്ലെ എനിക്ക് മാത്രം, എൻ്റെ സഭയിൽ മാത്രം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വർക്ക് പ്ലേസിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ധനസ്ഥിതിയിൽ, എൻ്റെ തലമുറകളിൽ, എൻ്റെ മാതാപിതാക്കളിൽ മാത്രം എന്തേ ചില ശോധനകളിലൂടെ ദൈവമക്കളെ നമ്മളെ കടത്തിവിടുമ്പോൾ നീ ദൈവസന്നിധിയിൽ ആവോളം നിന്നെ ഒന്ന് താഴ്ത്തിയിരിക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത വെളിപ്പാടിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. വേഗത്തിൽ ഒരു ഭാഗം വായിക്കാം. സംഖ്യാപ്രവചന പുസ്തകം, സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം. മരിച്ചവർക്കും ജീവനുള്ളവരുടെയും മധ്യേ നിന്നപ്പോൾ ബാധ അടങ്ങി. ആ അധ്യായം ഞാൻ 1-2 പേരുകളൊക്കെ വേണേ ഒന്ന് പറഞ്ഞു പോകാം. മൂന്നാം വാക്യം.
2 മുതൽ വായിച്ചു പോവാം. ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അതിനകത്ത് 2 പേരുടെ പേര് പറയാം. എലിയാബിൻ്റെ പുത്രന്മാരായ ദാദാൻ, അബീരാം. അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്. ഇനി നിങ്ങൾ ചിന്തിക്കണമേ, അടുത്ത എൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് അതുകൊണ്ട് പറയാം. വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഈ സഭായോഗത്തിന് കയറുന്നതിന് മുമ്പ് വെനമോൻ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറയുന്നു നോക്കുമ്പോൾ ഇടയ്ക്ക് പോയി ടോയ്ലറ്റിലല്ലേ, വൈ ഡിഡ് യു ഗോ ടോയ്ലറ്റ്. അപ്പം നിങ്ങൾ അമ്മമാർ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊണ്ടുവരണം, ഇംഗ്ലീഷ് സർവീസ് വിൽ സ്റ്റാർട്ട് അറ്റ്, ഇപ്പം സമയം വല്ലതും ഉണ്ടോ? എത്ര മണിക്ക് ഇംഗ്ലീഷ് സർവീസ്? പാസ്റ്റർ എപ്പോഴാണ് വന്നേ? എത്ര സർവീസ് എപ്പോഴാണ്? 9:30. 9. മലയാളം സർവീസ് 10 o'clock. മോൻ എപ്പോഴാണ് വന്നേ? ഇംഗ്ലീഷ് സർവീസുകാരോട് എന്നാടാ ഒരു പുച്ഛം? നിനക്ക് ബ്ലസ്സിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ. ആരെ പിറകിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിളിക്കണം, ഫെലിക്സേ അവനെ അടുത്ത ആഴ്ച വിളിച്ചാലോ ഒന്ന് കൊട്ടുള്ളൂ ഇംഗ്ലീഷിന്. 35. ഞങ്ങൾ എത്ര മണിക്ക് സർവീസ് തുടങ്ങുന്ന അറിയാമോ? 9. നിനക്ക് മാസം ഞങ്ങൾ 1000 പൗണ്ട് തരുന്നുണ്ട്. എന്നിട്ട് നിനക്ക് കൊട്ടാൻ വരാൻ ബുദ്ധിമുട്ട്. ഒരു സൺഡേ ഒരു കൊട്ടിന് 250 പൗണ്ട് കൊടുക്കണം എൻ്റെ ഉള്ളിൽ. 25 പൗണ്ടെങ്കിലും തരണമെന്നുണ്ട്. സമയത്ത് എത്തിക്കോണം. പാസ്റ്ററോട് അങ്ങോട്ട് നോക്കുന്നില്ല, പാസ്റ്റർ എത്തിക്കോണം. ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എത്തണം. ചക്കെന്ന് വിളിച്ചാൽ കൊക്കെന്നുള്ള അടിയാകരുത് അല്ലേ? അതെല്ലാം നല്ല സിസ്റ്റമാറ്റിക്കലി ചെയ്യണം. ഞാൻ കറക്റ്റ് ടൈം എത്തിയോണ്ട് എത്രയൊക്കെ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ആരാധന നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇറങ്ങി വെളിയിൽ പോവുക. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ പറയണം, ടോയ്ലറ്റ് 9 o'clock ഓർ 5 to 10 നിങ്ങൾ ടോയ്ലറ്റിൽ പോകണം. സൺഡേ സ്കൂളിനിടയ്ക്കും ആരാധനയ്ക്കിടയ്ക്കും പോകാൻ പാടില്ല. ഒരു ക്ലാസ്സിലാണെങ്കിൽ അവർ സ്കൂളിലെ ടോയ്ലറ്റിൽ പോലും പോകത്തില്ല. എൻ്റെ മോനൊക്കെ വരുന്നത് കാണണം. വരുന്നത് അപ്പോൾ 12 മണിക്കൂർ പിടിച്ചിരിക്കുക അവിടെ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ മിനിറ്റിലും പോയി. എന്തിനാണെന്നറിയാവോ? നിങ്ങൾ ഈ ടോയ്ലറ്റിൽ ഇവരോടെ പോകണം. ഞാൻ ഇപ്പുറത്തെ ടോയ്ലറ്റ് നിൽക്കുമല്ലോ. ഇപ്പം ഞാനും ജിപ്സനും കൂടെ ഒരുമിച്ച് ടോയ്ലറ്റ് കയറി അവൻ ഇറങ്ങി വന്ന് ഇവിടെ വേണമെങ്കിൽ വന്ന് ഒരു ഫുഡ് കഴിച്ചാലും ഞാൻ വരത്തില്ല. ഞാൻ അവിടെ നിൽക്കും കുറച്ച് നേരം. പിപ്പുമരൊക്കെ വന്ന് എൻ്റെ ഷൂ നോക്കും, ഇട്ടേക്കാന്ന് പറയും. ഞാൻ അവിടെ ഇറങ്ങത്തില്ല എളുപ്പം, ഞാൻ അവിടെ നിൽക്കും ഇങ്ങനെ. എന്തെന്ന് വെച്ചാൽ ഇത് നിൽക്കുന്ന അറിയത്തില്ല. പുള്ളി ഇന്ന് കറുത്ത ഓട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളെ 2 വിമർശനം അവിടെ നിന്ന് കേൾക്കാം. എന്തിനാരെ ബോധിപ്പിക്കാൻ? പാവം പിടിച്ച ദൈവമക്കൾ ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് വരുന്നത്. ടോയ്ലറ്റൊക്കെ ഇതിൻ്റെ കൊള്ളസങ്കേതമാവുക. അവിടെയെല്ലാം CC ക്യാമറ വെക്കണം. മറ്റേ മൈക്ക് ഒരെണ്ണം അവിടെ കൂടെ വെച്ചിട്ട് ഇടച്ചാ ഒരു മൈക്ക് അവിടെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വരിക, ദൂരെ നിന്ന് വരുന്നവരുണ്ട്. നമ്മുടെ നോബിളൊക്കെ എത്ര ദൂരെ നിന്ന് വരുന്നറിയോ? ഇല്ലേ മോനെ? ഇന്ന് 11 മണിക്ക് എത്തി പാവും. അടുത്ത ആഴ്ച സമയത്ത് സഭയെ കണ്ടോണം. നിന്നെ ഞാൻ പാസ്റ്ററാക്കാനിരിക്കുക, അറിയാമല്ലോ. നിങ്ങൾ സമയത്തെത്തുക. പുറകോട്ട് നോക്കിക്കുക, നിങ്ങൾ ക്ലാസ് വഴി നോക്കിയോ, കാണാം അതൊക്കെ. അവർ അറിയുന്ന പോലും ഇതൊന്നും. അപ്പം സമയത്ത് എത്തുക. ടെൽഫോർഡ് സഭയിൽ ഞങ്ങളൊരു ശീലം അവിടെയുണ്ട്. ഇന്നലെ ഞാനത് ഫാസ്റ്റിംഗ് പ്രേയർ പറഞ്ഞു. എത്രയും മോനെ പൂട്ടുന്ന സമയം? സഭായോഗം തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ അകത്തിന്ന് പൂട്ടുക ഹോള്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വകുപ്പത്ത് കിട്ടി. അതൊക്കെ ഞാൻ പിടിച്ചു. സഭ പൂട്ടുക. കഴിഞ്ഞ ആഴ്ച ഞാനാ ലേറ്റായിട്ട് ചെന്നത്. ചിന്തിക്കണേ, നമ്മൾ നിയമമൊക്കെ കൊണ്ടുവന്നു. നമ്മൾ ഇന്നലെയല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നിട്ട് ഇങ്ങനെ അങ്ങ് ചെന്ന് തുറക്കുമെന്ന് ഓർത്ത് ഇത് ഇടിച്ചു നിന്ന്. ഇതിനെ പറ്റി അയ്യോ, നിയമം നമുക്കും ബാധകമാണല്ലോ. ഇത് ആരെയാണ് വിളിക്കേണ്ടത്? പ്രിയ പാസ്റ്റർ ആരാധിക്കുക.
അപ്പോൾ ഒരാൾ വന്നു എന്നെപ്പോലെ, ആ പാസ്റ്റർ ഉണ്ടല്ലോ, പാസ്റ്ററുടെ പേര് നമുക്ക് കയറാവുന്നു. പുള്ളി വിളിച്ചു. ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആവും, ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടു. അപ്പം എൻ്റെ കൂടെ വന്ന ആൾ പറയാം, പണ്ട് പാസ്റ്റർ വന്നപ്പോൾ തുറന്നിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ പറഞ്ഞായിരുന്നു. സ്തോത്രം. അപ്പോൾ മക്കളെ പൂട്ടണം, അടുത്ത ആഴ്ച സാമേ പൂട്ടണം. നമ്മുടെ നിഷ ചെറിയാനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, സ്തോത്രം ചെയ്ത് ഒന്ന് കര ഉയർത്തി, ഒന്ന് സ്തോത്രം ചെയ്തേ. ആ ടൈമിൽ എത്തിക്കോണം ഇവിടെ. സ്തോത്രം. യൂട്യൂബിൽ ഇരിക്കുന്നവർക്ക് കുറച്ച് പേരൊക്കെ കിട്ടട്ടെ, അവരൊക്കെ നിങ്ങളെ ഓർത്തങ്ങ് ബ്ലെസ് ചെയ്യും. സുജ, റൂബൻ, റയൻ, ബ്ലസി, ഷാലോ, കടക്കട്ടെ, ഫെലിക്സ്, നിന്റെ പേര് മറന്നുപോയി, കിരണല്ല, കെവിൻ, പേര് പോലും പറയാൻ അറിയത്തില്ല. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിലേക്ക് പറയാം. 1-2 പേരാണ് എഴുന്നേറ്റത്. ആരാണ് പേരുകൾ? എങ്ങനെ മക്കളെ? ദാതാനും അബീരാമും എഴുന്നേറ്റു. വേറൊരു വ്യക്തിയും കൂടി ഉണ്ട്, അതിൽ മുമ്പോട്ട് വരുമ്പോൾ കാണാം. ആ വ്യക്തിയുടെ പേരാണ്, ഞാനത് ആരുടെ മകനാന്നൂടെ പറയാം. എത്രയും മോനെ മോളെ? ആ ലോത്തിന്റെ മകനായ ഓൻ എന്നിവർ അല്ലേ? കോരഹാരുടെ മോനാന്നൂടെ നോക്കി. എവിടെയാ അത്? 16-ന്റെ 1. ഒന്നാമത്തെ ലേവിയുടെ മകനായ കോരഹന്റെ മകനായ. അപ്പം ഈ വ്യക്തികൾ അബീരാമും ദാതാനും ഈ കോരഹും കൂടെ അങ്ങോട്ട് സംഘമായി. നിങ്ങൾ ചിന്തിക്കണമോ എന്നാ സംഭവിച്ചതെന്ന്? 2023 നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില പരാജയങ്ങളായിരിക്കാം. ഇവർ മോശയ്ക്കും അഹരോനും എതിരായിട്ട് അങ്ങോട്ട് നീങ്ങിയപ്പോൾ യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ ഇവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന്. അപ്പം അവർ കവന്നു വീണു, സകല ഇനത്തിൻ്റെയും ആത്മാക്കൾക്കുടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാതാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്നും മാറിക്കൊള്ളുവീൻ. മോശ എഴുന്നേറ്റ് ദാതാന്റെയും അബീരാമിന്റെയും അടുക്കൽ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ അവന്റെ പിന്നാലെ ചെന്നു. ഇതിന്റെ ഞാൻ 3-ാം വാക്യം ഒന്ന് വായിക്കാൻ വേണ്ടി. സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. ഇവരോട് ചെന്ന് സുവിശേഷം പറയാൻ പോയി മോശ. നിങ്ങൾ ഈ ഭാഗം ഒന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ബാക്കി വന്ന് പ്രാർത്ഥിക്കാമേ. ഈ വ്യക്തികളോട് ചെന്ന് മോശ പറഞ്ഞു, മക്കളെ ഇതൊക്കെ നിങ്ങൾ നിർത്ത്, ഈ പരിപാടിയൊക്കെ അല്ലേ, നീ നിർത്ത്, അടങ്ങിയിരിങ്ങി. അപ്പം അവർ പറഞ്ഞ പദം കേൾക്കണമോ? വായിച്ച മക്കളെ, എൻ്റെ കണ്ണ്. സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. മൊത്തത്തിൽ എല്ലാവരും നമ്മൾ വിശുദ്ധരാകും, നമുക്കൊന്നും ഒരു കുഴപ്പം വരത്തില്ലെന്ന് മോശ എന്ന് ഇവരോട് പറഞ്ഞു. നീ ഒന്ന് ക്രമപ്പെടണമേ എന്ന് പറഞ്ഞപ്പോൾ പറയാം, നമ്മളെല്ലാം വിശുദ്ധരാകുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇദ്ദേഹം കവന്ന് വീണ് കിടക്കുകയാണ്. അവിടെ അവർക്ക് ഒരു വിധത്തിൽ ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അവരുടെ ഇട്ടും ഇരുന്ന് ഇസ്രായേലിലൊക്കെയും അവരുടെ നിലവിളി കേട്ടു, ഭൂമി നമ്മയും വിങ്ങിക്കളയരുത് എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ യഹോവയെങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. 1. രണ്ടാമത് ആ അധ്യായത്തിന് 48 നമ്മൾ വായിച്ചു. പിന്നെയും പിറ്റന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അവരോട് വിരോധമായി വീണ്ടും വെറുത്തു. കേൾക്കണമേ, വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഞാനുണ്ടോ എപ്പോഴും ചിന്തിച്ചോണമേ. 250 അവരുടെ മുമ്പിൽ മരിച്ച് തീക്കിരയായി വീണ് അവരെല്ലാം ഓടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പിറ്റന്നാളെന്ന് എഴുതിക്കുന്നല്ലേ, പിറ്റന്നാൾ ഉണ്ടോ 41 ഇസ്രായേൽ മക്കളുടെ സഭ വിനയും മോശയ്ക്കും അവരോനുമെതിരായി എഴുന്നേറ്റു, പെറുപെറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു. കേൾക്കും. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യമാർ ചിലപ്പം ഭർത്താക്കന്മാരോട് പറയും, പാസ്റ്റർ ഇന്ന് ഇച്ചിരി മുറിവേൽപ്പിച്ച് പ്രസംഗിച്ചു. ഈ കൂട്ടരാന്ന് ചിന്തിച്ചോണം പറയുമ്പോൾ ഭാര്യയെ മിണ്ടിപ്പോരെന്ന് പറയണം. നീ നിന്നോടൂടെ പറഞ്ഞു പോണ വഴിക്ക് പറയും. മിണ്ടരുതെന്ന് പറയണം. ഇതെല്ലാം കേട്ടിട്ട് വന്നിട്ട് വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മിണ്ടരുതെന്ന് പറയണം. നമ്മുടെ ദൈവദാസന്മാർക്കും ദാസിമാർക്കും എതിരെ മിണ്ടരുത്, ശബ്ദിക്കരുത്. നീ ആരാന്നാ പാവം എന്ന് ചോദിക്കണം, ഭാര്യ ഭർത്താവിനോട് ചോദിക്കണം. അങ്ങനെയെങ്കിലും നീ എന്തൊക്കെ ഒന്ന് വിളിക്കും.
പടുക്കേന്ന് ഓടിയേക്ക്, കൈയുടെ അകലത്ത് മാറി നിന്നോണം. ഭർത്താക്കന്മാർ ഭാര്യമാരോടും പറയണം. ഭാര്യമാർ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും വലുതായിട്ട് ഇടപെടാറില്ല, എന്നാലും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയണം, മിണ്ടരുത്. സഭയ്ക്കെതിരെ 3 വ്യക്തികൾ നീങ്ങിയപ്പോൾ 250 മരിച്ചു. പിന്നെ അവരെ എതിരേറ്റപ്പോൾ എന്നാ സംഭവിച്ചെന്നുള്ളവർ വായിച്ച് കേൾപ്പിക്കാം. 48 പിറ്റന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയൊക്കെ മോശയ്ക്കും അഹരോന് വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ മോശയ്ക്കും അഹരോന് വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാപന കൂടാരത്തിന്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി, യഹോവയുടെ തേജസ്സും കൃത്യമായിരിക്കുന്നുണ്ട്. അപ്പോൾ മോശയും അഹരോനും സമാപന കൂടാരത്തിന് മുമ്പിൽ യഹോവയോട്, ഈ സഭയുടെ മധ്യത്തിൽ നിന്ന് മാറിപ്പോകുവീൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന തരത്തിൽ അവൻ കമണ് വീണു. മോശ അഹരോനോട്, നീ ധൂപകലശം എടുത്ത് അതിലിട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രാശ്ചിത്തം കഴിക്കാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്മോസിലേക്ക് യോഹന്നാനെ നാട് കടത്തിയതിൻ്റെ പിന്നിൽ പിശാച് വിചാരിച്ചു വലിയൊരു വിജയത്തിലേക്ക് പോവുകയാണെന്ന്. പക്ഷെ യേശു വരുവാനുള്ളത്, സംഭവിക്കാനുള്ളത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അവൻ്റെ ജീവിതത്തിൽ നടന്നത് പിന്നെ ചോദിക്കുകയാണെങ്കിൽ പറയും, പോകുവാണ് പത്മോസിൽ തന്നെ പോകണം, പോകുവാണ് പത്മോസിൽ പോകണം, അവിടെ പോയ ദിവ്യ വെളിപ്പാടുകൾ ലഭ്യമാകും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, പിശാച് വഴി തുറന്നപ്പോൾ അതിൽ പെട്ടുപോയ 3 കുടുംബമാണ്. പിശാചിൻ്റെ ബാധയ്ക്ക്, പിശാചിൻ്റെ ദുരാത്മ മണ്ഡലത്തിന് അധീനരായി തീർന്നപ്പോൾ ഒരു കൂട്ടം അവിടെ സംഹരിപ്പാനിടയായി തീർന്നു. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച കൂട്ടത്തിൽ ചിന്തിച്ചു, ഒരു കുടുംബം നമ്മൾ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചു. ഹായ് പട്ടണത്തെക്കുറിച്ച് ചിന്തിച്ചു. നമ്മൾ അതുപോലെ തന്നെ മോശ ചെങ്കടലിന് നേരെ വടി ഉയർത്തി ചെങ്കടൽ വിഭജിക്കുന്നു. ആ സ്റ്റോറി അറിയാമല്ലോ അല്ലേ? പക്ഷെ അതിന് മുമ്പ് നടന്ന സ്റ്റോറി അറിയാമോ? എന്നാന്ന് അറിയത്തില്ല. എന്തും കൊണ്ട് ചെങ്കടലിൻ്റെ മുമ്പിൽ ചെന്ന് വടി നീട്ടേണ്ടി വന്നു, അത് ചിന്തിച്ചിട്ടുണ്ടോ? വായിക്കണമേ. പുറപ്പാട് പുസ്തകം 14 വന്നാണ് നിങ്ങൾ. ജനം മോശയ്ക്കും അഹരോനും എതിരായി സംസാരിച്ചു. മിസ്രൈമിലായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഞങ്ങളെ കൊണ്ട് കടലിന് പോയിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്ന്. പ്രഭാതം പോയപ്പോൾ കടൽ വെറുപെറുത്തു, വടി നീട്ടേണ്ടി വന്നു. അപ്പോൾ ഒരു പരിശോധന വരികയാണ്. ഇവിടെ ജയിച്ചതും കൊണ്ടും യോശുവ ചെയ്തെന്നാണെന്നറിയാവോ? പിറുപിറുക്കരുത്. എന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾ പിറുപിറുക്കരുത്. യോർദാൻ്റെ മുമ്പിലോട്ട് എത്തുകയാണ് അവർ. പിറുപിറുക്കരുത്. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാനിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ എന്ന് പറഞ്ഞാൽ വാ അടച്ചു പൂട്ട്, ശുദ്ധീകരിച്ചിരിപ്പ്. എന്നിട്ട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്നവർ എന്ന് കാലങ്ങ് വെക്കാൻ പറഞ്ഞു. അതങ്ങ് വിഭജിച്ചു. സ്തോത്രം. അവിടെ കിഴക്കൻ കാറ്റൊന്നും അടുപ്പിക്കേണ്ടി വന്നില്ല. മറ്റേത് മോശം എന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നല്ലേ? പിറുപിറുപ്പ് എവിടെ വന്നിട്ടുണ്ടോ? ഹായ് പട്ടണത്തിൻ്റെ കേസ് ഇത് തന്നെയാണ്. അവർ അഹംഭവിച്ചു, ഇവർക്കെതിരായി നിന്നു. ഹായ് പട്ടണം വന്ന് ഇവരെ വിഴുങ്ങിക്കളഞ്ഞു, 36 പേരെ കൊന്നുകളഞ്ഞു. പിന്നെ ചെന്ന് ഇവർ നേടുകയാണ്. എന്നാ? ആഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിക്രമം കാണിച്ചതാ. കിട്ടിയ കിണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചു, കുഴിച്ചിട്ടു, കാലിലെറിഞ്ഞു കൊന്നു. ആഗോർ താഴ്വര എന്ന് പേരിൽ അല്ലേ? ഉപവാസത്തിനൊക്കെ തൊട്ടു പോയായിരുന്നു. മെസ്സേജിൻ്റെ കണ്ടന്റിലേക്ക് വരാം. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ട്രെയിനിൻ്റെ സൈറൻ കേട്ടായിരുന്നു, ബെല്ലടിയും മുഴങ്ങി, ഹോണും വന്നു, ട്രെയിൻ വന്നായിരുന്നു, കയറിയില്ല, ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. സ്തോത്രം. ചിലർ മനഃപൂർവമായിട്ട് സഭായോഗങ്ങളെ ഉപേക്ഷ വിചാരിക്കും. ചിലർ മനഃപൂർവമായിട്ട് ദശാംശങ്ങൾ ഇടത്തില്ല. ഇട്ടിട്ട് എന്നാ ചെയ്യാനാ? ചിലർ മനഃപൂർവമായിട്ട് ഉപവസിക്കത്തില്ല, സാഹചര്യങ്ങളെല്ലാം ഒത്താലും. ചിലർ മനഃപൂർവമായിട്ട് 10 പേരെ ഫോണെങ്കിലും വിളിച്ചിരിക്കും. സ്തോത്രം. ഉഗാണ്ടയിൽ നടന്നൊരു സംഭവം പറയാം. എവിടെയാ? ഉഗാണ്ടയിൽ. ഞാൻ അവിടെ പോയായിരുന്നു അടുത്ത്. എന്നെ ഫോൺ കാണിച്ചു. ഇതുണ്ടോ ഫോൺ? ഇതുണ്ടോ ഒരാൾ വിളിച്ചിരിക്കുന്നത് മിസ് കോളെന്ന്. ഞാൻ പറഞ്ഞു, മിസ് കോൾ വരാൻ പറ്റും, എൻ്റെ ഫോണിൽ 500 മിസ് കോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരുടെ ഫോൺ എടുക്കത്തില്ലല്ലോ, ഞാനിപ്പോൾ ആ രീതിയാണ്. എവിടെയാ പറ? ഉഗാണ്ടയിൽ. ഞാൻ പറഞ്ഞു, എടുത്തു പോകരുതെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ.
ആദ്യത്തെ ഉപവാസത്തിൻ്റെ ഫസ്റ്റ് മെസ്സേജ് മാർക്കരുത്. കണ്ണിൽ വലിയ കമ്പിരിക്കുക. എന്നിട്ട് മറ്റവൻ്റെ കണ്ണി പറഞ്ഞു, കണ്ണ് കാണിച്ച് എന്തോ ഒരു ചെറിയ ബ്ലാക്ക് സ്പോട്ട് അവിടെ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം ലഭ്യമാകേണ്ട നന്മകളെ നമ്മളുടെ മനസ്സിൻ്റെ ആ ക്രോധം അല്ലെങ്കിൽ എന്നാ പറയുന്ന മറുതലിപ്പ് കാരണം അങ്ങ് പോയി ട്രെയിൻ. എന്നിട്ട് പി ജി വർഗീസ് പറഞ്ഞതുപോലെ പറയുക, നീ ട്രെയിൻ വരാൻ നീ ആദ്യം ഗുണപ്പെടും അല്ലേ? ആദ്യം നമ്മൾ ഗുണപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ ദൈവത്തോട് പറയണം, പ്രത്യാശയുടെ സ്വീകാര്യം ഞങ്ങൾ മുറുകെ പിടിക്കുക. ഞാനിത് പറയുന്നു ഫസ്റ്റ് സൺഡേ പറയുന്നത് എന്തിനാണെന്നറിയോ? മനഃപൂർവ്വമായിട്ട് ഞാൻ ക്രമീകരിച്ച് പറയുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ബൈ ചാൻസ് പറയാനൊന്നുമല്ല, ആത്മപ്രേരണയാലൊന്നുമല്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ടെലിഫോണിൽ എടുത്തിട്ടിരിക്കുക ഇതിൻ്റെ വേറൊരു വേർഷൻ. എന്തിനാ ഇത് പറയുന്നത്? അനുഗ്രഹം പ്രാപിപ്പാനാണോ UK വന്നത്? ആണോ? അനുഗ്രഹം പ്രാപിപ്പാനല്ലേ? അല്ല കേരളത്തിൽ കിടന്നാൽ പോരായിരുന്നു? എനിക്കും ഒരു നിവൃത്തിയില്ലാണ്ടാ വന്നത്. പക്ഷെങ്കിൽ വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല, വിചാരിച്ച രീതിയിൽ അങ്ങോട്ട് ആത്മീയ മുന്നേറ്റം ഉണ്ടാകുന്നില്ല. ഉപവസിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഗ്യാസ് ട്രബിള്, ഡയബറ്റിക്, പ്രായമായി, കൊച്ചനുണ്ട്, കുഞ്ഞുണ്ട്, സഹോദരിമാരാണെങ്കിൽ 1000 എക്സ്ക്യൂസുകൾ. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ലാസ്റ്റ് വരുന്നവർ കൂട്ടായ്മ ആചരിച്ചു എന്നും പറഞ്ഞാണ് ഏഴാമത്തെ ഉപദേശം നിൽക്കുന്നത് അല്ലേ? അടിസ്ഥാന ഉപദേശം അറിയാവുന്നവരൊന്ന് കരം ഉയർത്തുകയെ. വെരി ഗുഡ്. ജോസഫ് പറഞ്ഞു കൊടുക്കുക, എഴുന്നേറ്റ് അങ്ങോട്ട് മണി പോലെ കൊണ്ട് അങ്ങോട്ട്. അങ്ങനെ അച്ഛൻ പറ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ആരും പഠിക്കണ്ടെന്ന് പറ. ചാടി ഇപ്പം കൊച്ചുവഞ്ചൻ എഴുന്നേറ്റ് പറയും, നിങ്ങൾ പറയുന്നുണ്ടോ? ഞാനിവിടെ ഇല്ലായിരുന്ന ഒരു സഭായോഗത്തിൽ പ്രസംഗിച്ച പ്രസംഗം കേട്ടിട്ട്, ഇങ്ങ് വാ മോനെ ജിബിനിങ് വാടാ കൂട്ടപ്പാ, ഇങ്ങ് വാ, നിൻ്റെ പേര് പറയാൻ പോവാ. നിന്നെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. കുറേ നാളായിട്ട് നീ ബ്ലാക്ക് പാൻറ് ഇട്ടിട്ട് വരുക. ഞാനിവിടെ ഇല്ല. സഭായോഗം ഇവിടെ കൂടി. ഇദ്ദേഹത്തെ വിളിച്ചു വൈകിട്ട്. അടിസ്ഥാന ഉപദേശം പോലും അറിയത്തില്ലെന്ന് പറഞ്ഞു അല്ലേ? അടിസ്ഥാന ഉപദേശത്തിലുള്ള കാര്യമാണോ പ്രസംഗിച്ചതെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചോ? നീ മോനെ പ്രാർത്ഥിച്ചെന്ന് ഇവൻ്റെ നാവ് എന്തു വിഷമാണെന്ന് ചിന്തിക്കണമേ. ഞാൻ ഇന്ത്യയിൽ ഇരിക്കുക, കല്യാണമൊക്കെ കൂടി അടിച്ചു പൊളിച്ച് നടക്കുക. പാവം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അടിസ്ഥാന ഉപദേശം എന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഓക്കോ, നീ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാൻ എന്താ മോനെ വിഷയം? എന്തൊരു വിഷമാന്ന് നോക്കണമേ, ചിന്തിച്ച് നോക്ക്. ചോദിച്ച വ്യക്തി ഇവിടുന്ന് പോയി കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ല നിങ്ങളാരല്ലോ ആന്ന്. ജെഫി ഓലേക്ക് ഞാൻ എപ്പോഴാണ് വിളിച്ചെന്ന്. ജെഫി അല്ലടാ, പോയി. പ്രസംഗിച്ച ആളും ഞാൻ ഇതേ അല്ലല്ലോ പ്രസംഗിച്ചത്, നിങ്ങൾക്കെല്ലാം അറിയാം ആരാ പ്രസംഗിച്ചത്. വിമർശിച്ച ആളും കൂടെ ഒരുമിച്ച് എന്നിട്ട് പോയി. അപ്പം ഞാൻ ചിന്തിക്കും, ഇതെന്തൊരു A+B=2 A². ഇതെങ്ങനെ ശരിയായി? കൊസീക്കനാന്ന് ഞാൻ പറഞ്ഞു. അതിങ്ങനെയൊക്കെയല്ലേ കിടക്കുന്നത്. അടിസ്ഥാന ഉപദേശത്തിലെ 7ാമത്തേതാണ്. അങ്ങനെ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വീകരിച്ചു, അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും പോന്നു അല്ലേ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് മാത്രമാണോ? കരടിക്കുന്നത് മാത്രമാണോ? പ്രാർത്ഥന കഴിച്ച് ഉപവസിച്ചും പോന്നു എന്നാ അതിൻ്റെ അർത്ഥം. അപ്പം കൽപ്പനയാ ലംഘനം നടത്തുന്നു ഉപവസിക്കാത്തവർ. ചെവി തുറന്ന് മക്കളെ ഇന്നെ ഇംഗ്ലീഷ് തർജ്ജമ വേണമെന്ന് പറഞ്ഞാൽ ഇതായതുകൊണ്ടാണ് ഞാൻ തർജ്ജമ കൊടുക്കാൻ. ഞാൻ കേട്ടു, സിസ്റ്ററെ പിടിച്ചു. കൂട്ടായ്മ ആചരിക്കുക എന്ന് പറയുന്നത് ആഫ്റ്റർ ദ സർവീസ് നടക്കുന്ന കൂട്ടായ്മ അല്ല. കൂട്ടായ്മ എന്ന് പറയുന്നത് അപ്പം നുറുക്കലുണ്ട്, പ്രാർത്ഥനയുണ്ട്, അവിടെ ഉപവാസമുണ്ട്. അപ്പോൾ ഉപവാസം എന്താ? അടിസ്ഥാന ഉപദേശമാണ്. അടിസ്ഥാന ഉപദേശം. യേശുവിനേക്കാളും വലിയവരാരുമില്ലല്ലോ, പൗലൂസിനേക്കാളും വലിയവരാരുമില്ലല്ലോ, യോഹന്നാനേക്കാളും വലിയവരാരുമില്ല, മോശയെക്കാളോ ദാവീദിനേക്കാളോ ഏലിയാവിനേക്കാളോ ഏലീശയെക്കാളോ വലിയവരാരുമില്ല നമ്മുടെ ഇടയിൽ.
എസ്തറിനെക്കാളും വലിയവരുണ്ടോ? ആരുമില്ല. അപ്പം നമുക്ക് അവരെക്കാളും വലിയവരാകണം. പക്ഷെങ്കിൽ ഒരു നേരം ആഹാരം വെടിയണമെങ്കിൽ ഭയങ്കര ടഫ് ടാസ്കാന്നാണ് പറഞ്ഞത്. എന്തോന്ന് ടഫ് ടാസ്ക്? ദൈവമക്കളെ, പാസ്റ്റർ ഇപ്പോൾ ഇവിടുന്ന് പോവല്ലേ? പാസ്റ്ററും കേട്ടോണം. പാസ്റ്റർ ഉപവസിച്ചായിരുന്നു. എന്നാലും ഇന്നലെ വൈകിട്ട് ഉപവസിച്ചില്ലെന്ന് കേട്ടു. ഒക്കെ അറിയുന്നുള്ളൂ. ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് കിട്ടു. അങ്ങനെയെങ്കിലും രണ്ടുപേരുടെ പോയി ഇന്ന് ഉപവസിക്കട്ടെ. ചുമ്മാ പറഞ്ഞാണ്, ഞാൻ അറിഞ്ഞതൊരു കാര്യം. ഞാൻ പറഞ്ഞ എല്ലാവരും ഉപവസിക്കണമെന്നേ. ഇത് ചിലർക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ അല്ല ഉപവസിക്കുവാൻ. കോട്ടേജ് മീറ്റിംഗ് വെക്കുമ്പോൾ ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചു, ഇവിടെയല്ല, ഉഗാണ്ടയിലെ സഭയിലെയാ. എവിടുത്തെ? എന്താ വരാഞ്ഞ്? എന്നെ വിളിച്ചില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്തിന്? അല്ല, കോട്ടേജ് മീറ്റിംഗ്, ഇപ്പം ബിനോയിയാ കോട്ടേജ് മീറ്റിംഗ് എന്ന് വെച്ചെന്ന് വിചാരിക്കുക. ബിനോയ് എന്നെ വിളിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞു, എന്നെയും വിളിച്ചില്ല ബിനോയ്. ഭാഷയ്ക്ക് നാണം ഇല്ലല്ലോ എന്ന്. കേട്ടോടാ, കെന്നിൻ്റെ ബർത്ത്ഡേ വെച്ചപ്പോൾ നമ്മൾ വന്നതിന് ഭാഷയ്ക്ക് പിന്നെ നാണം ഇല്ലല്ലോ എന്ന്. ഞാൻ ആടിച്ചുള്ളവനാന്ന്. എടാ, നീ ആടിയിരിക്കുള്ളൂ, ഒരിക്കലും പോകത്തില്ലെന്ന് പറഞ്ഞു. ആ പുള്ളി ഇവിടുന്ന് പോയി കേട്ടോ. നിങ്ങൾ ഇനി ആരും സംശയിക്കേണ്ട. അച്ചാനല്ല, എല്ലാവരും സംശയിക്കും. സ്തോത്രം. ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്നതിൻ്റെ പിന്നിൽ മത്സരമുണ്ടേ. യോർദാന്റെ മുമ്പിൽ പോയപ്പോൾ മത്സരം വരാതിരിപ്പാൻ, എരിഹോവിൻ്റെ മുമ്പിൽ പോയപ്പോൾ മത്സരം വരാതിരിപ്പാൻ യോശുവ പറഞ്ഞു, ക്ലിപ്പ് യുവർ മൗത്ത്, മിണ്ടി പോരെന്ന് പറഞ്ഞു. മിണ്ടണ്ട. അവർ കൂട്ടം കൂടി മോശയ്ക്കും അഹരോനുമായി സംസാരിച്ചു. തീ വീണു, ധൂപകലശം കാട്ടി, ബാധയടങ്ങി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ബാധയടങ്ങി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ വർഷങ്ങളിൽ മരണനിഴലും താഴ്വരകളിലൂടെ ശത്രു പദ്ധതി ഇട്ടിട്ടില്ലായകയല്ല. കൂലിക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്ന കുറെ കുറിച്ച് പറഞ്ഞല്ലോ. ആ കുഞ്ഞുങ്ങളുടെ മുട്ടുമേലിരുന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് തടിക്ക് കേടാകാതെ നിൽക്കുന്നത്. ഓൺലൈനിലായിരിക്കുന്ന ദൈവമക്കളും കേൾക്കണമേ. സഭായോഗത്തിൽ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എനിക്ക്. സ്തോത്രം. വലിയ പ്രസംഗം കേൾക്കണം. രാജു മേത്തയുടെ മെസ്സേജ് കേൾക്കുക. ഞാൻ പറയുന്നത് സഭയ്ക്ക് വേണ്ട ദൂതാ. എന്താ വേണ്ടത്? നിങ്ങൾ ഉപവസിക്കണം. പാസ്റ്ററെ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കും, ഇനി തൊട്ട് ഉപവസിച്ചോ? ഇല്ല. ഉപവസിക്കണമെന്നേ. ഒന്ന് സഹോദരിമാരെല്ലാം ചെവി തുറന്ന് കേട്ടല്ലോ. നെക്സ്റ്റ് മന്ത് ബിനർ സിസ്റ്റർ അത് നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പല കളറിലായി തവണ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ സിസ്റ്ററെ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. സിസ്റ്ററായി തവണ ലീഡർ ഉപവാസത്തിൻ്റെ. സ്തോത്രം. നിങ്ങൾ ഉപവസിക്കാൻ തയ്യാറാണോ? ഒന്ന് കാര്യം കാണട്ടെന്നോ. എന്താടി ബിൻസി ഇതിൻ്റെ കാര്യം അങ്ങോട്ടോ എല്ലാവരുടെയും കരം നോക്കട്ടെ. ആരാണ് ഇത് മൂന്നും? പിന്നെ ക്ലാപ്പി പിള്ളേരാ. ഇതെന്നെ കരം താന്നേ. ഇത് കണ്ടിട്ടോ? ലോഡ് സപ്പർ വേണമെങ്കിൽ മതി. ഉപവസിക്കാനാ 3 ദിവസം. കേൾക്കുന്നുണ്ടോ മാഡം? എന്താ കൈ ഇങ്ങനെ പോണത്? മകള് പോട്ടെ. അടുത്ത മാസം ഫെബ്രുവരി മാസത്തെ ഫസ്റ്റ് വീക്കിൽ ഉപവസിക്കാൻ വേണ്ടിയിട്ടാ. സാറാ മോളെ ഉയർത്തി പിടിച്ചു. മോളെ നീ ഉയർത്തിക്കോടി ഇച്ചിരി. എന്താ സ്റ്റെഫി ശലോം? ഇവിടെ എല്ലാം കര ഉയർന്നു. മോനെ ഒരു ഫോട്ടോ എടുക്കാം. അവിടെ മനസ്സും കൊണ്ട് എടുത്താൽ മതി. മനസ്സും കൊണ്ട് എടുത്താൽ ഇവരെല്ലാം കര ഉയർന്നല്ലോ. കര ഉയർന്നു. മോളെ കര ഉയർത്തിക്കോ ജിനി. പിന്നെയല്ല, ആ കൊച്ചൊക്കെ ഉയർത്തിയായിരുന്നു. സ്വത്രം. ബിരുദാമയെ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഉയർത്തിക്കോ, സൈഡും കൊണ്ടെങ്കിലും. അത്രേ ഉള്ളൂ. എല്ലാവരും ഉയർത്തിയിട്ടുണ്ട്. ഇത് വിശുദ്ധ സഭയാണ്, ദൈവത്തിൻ്റെ സഭ. ബിജു ചെറിയാൻ്റെ സഭയല്ല, ചർച്ച് ഓഫ് ഗോഡിൻ്റെ സഭയല്ല. കർത്താവ് രക്തം കൊടുത്തിരിക്കുന്നത്. സഭയുടെ നാഥൻ ക്രിസ്തുവാ. അവനാ ക്ലിപ്പടിച്ചിരിക്കുന്നത് അല്ലേ? ഇനിയും പറയണം, ന്യായവിസ്താരത്തിലേക്ക് എന്നെ കർത്താവ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ ഐക്യതയും നിങ്ങളുടെ ഭാര്യമാരെക്കുറിച്ചുള്ള സ്നേഹവും ഞാൻ അറിയുന്നു. ഒന്ന് കര ഉയർത്തിയാട്ടെ. അവിടെ നിന്ന് തുടങ്ങിക്കോ മോനെ, അവിടെ നിന്ന് തുടങ്ങിക്കോ. ചുമയല്ല, കരം. നമ്മുടെ ഷിമിൻ പാസ്റ്റർ കാണിച്ചോണ്ട് കര ഉയർത്തിക്കോ മോനെ. എല്ലാ കുഞ്ഞുങ്ങളെല്ലാം ഉയർത്തിക്കോടാ. ജിപ്സപ്പാ നീ കമ്പ്യൂട്ടറിലാന്ന് ചുമ്മാ കര ഉയർത്തിക്കട്ടെ. എന്തിനാടാ? പോസ്റ്റ് ഓഫീസ് അത്രേ ഉള്ളൂ, പാസ്പോർട്ട് ഓഫീസിൽ നിന്ന്. മോനെ ബ്ലസ്സിനെ ഉയർത്തിക്കോടാ, അത്രേ ഉള്ളൂ. സജയ് എല്ലാവരും ഉയർത്തിക്കേ. അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെല്ലാം ഉപവസിക്കണം. സഭയ്ക്കൊരു വർധനവ് വേണം, സഭയ്ക്കൊരു മൂവ്മെന്റ് വേണം, സഭയ്ക്ക് സ്വന്തമായി ഭൂമി വേണം, സഭയ്ക്ക് സ്വന്തമായ ആലയം വേണം.
നമുക്ക് ചെറിയ ആലയം പോരാ, ജനത്തെ നൽകുന്നതിനനുസരിച്ച് ആലയത്തിൻ്റെ വിസ്താരം ദൈവം കൂട്ടും. ഞാൻ പണ്ട് പ്രാർത്ഥിച്ച് ഒരു ഹോള് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കർത്താവിനോട് ചോദിക്കുന്നത് എന്നാ പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു, ഹോള് തരാൻ താമസിക്കുന്നിടത്തോളം കാലം ആത്മാക്കളുടെ പെരുപ്പം കൂടിക്കൊണ്ടിരിക്കും. ഒരാമീൻ കേൾക്കാമോ? സ്തോത്രം. നിങ്ങളുടെ ആമീനൊന്നും ഒരു ശക്തിയില്ല. ഞാനാ ഉപവസിച്ചത്, പക്ഷെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാവരും കുഴപ്പമില്ല. അപ്പോൾ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. എവിടെയെല്ലാം ദൈവമക്കൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, പിശാചിനെ ദൈവം പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ, അവിടെയെല്ലാം എന്തെങ്കിലും അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതുവരെ പാസ്റ്ററെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഭാര്യയ്ക്കിട്ട് ഒരെണ്ണം കൊടുത്തായിരുന്നു. ചെല്ലു പറയുന്ന ഞാൻ സഭയിൽ ഒരംഗത്തെ പറഞ്ഞില്ല, പക്ഷെ എൻ്റെ കുടുംബത്തിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാനുണ്ടെന്ന്. എന്തോ ആ ഒരെണ്ണം കൊടുത്തായിരുന്നെന്ന്. ഹല്ലേലൂയ. ദൈവം കരം മുറിച്ച് ദൂരക്കളയും, കാലാണ് കാല് മുറിച്ച് ദൂരക്കളയും. കർത്താവ് പറഞ്ഞത് നീ 2 കാലുണ്ടായിട്ട് നിത്യാഗ്നിയിലേക്ക് പോകുന്നതിലും നല്ലതല്ലേ ഒരു കാല് മുറിച്ച് ആ കാലങ്ങ് പോട്ടെന്ന്. ആ കൈ അങ്ങ് പോട്ടെ, ആ കണ്ണങ്ങ് പോട്ടെ, ആ ചെവി അങ്ങ് പോകട്ടെ, നാവങ്ങ് പോകട്ടെ. നമ്മൾ വിളിക്കപ്പെട്ടവരാ, തിരഞ്ഞെടുക്കപ്പെട്ടവരാ. മഹനീയം ഒരു വ്യത്യസ്തതയിൽ പോകണം ദൈവമക്കളെ. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. സഭാ പാസ്റ്റർ എന്നുള്ള നിലയിൽ എൻ്റെ വേദനയാണ്. ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ ഉപവസിക്കണം. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ വർഷം എത്ര ഉപവാസം ഉണ്ടായിരുന്നു? 7 വട്ടം. ആ ചെറുക്കനറിയാം. മോനെ എഴുന്നേറ്റിങ്ങ് വാടാ കുട്ടപ്പാ, ഏതായാലും ഇന്ന് സഭായോഗം 2 മണിക്ക് നിർത്തുന്നുള്ളൂ, വാ, സ്പെഷ്യൽ പെർമിഷൻ ഉള്ളതായിരുന്നു. എനിക്ക് മാത്രം ഫുഡ് ജൂബിൻ്റെ വീട്ടിലുമുണ്ട്, പിന്നെ എന്നാ വേണം എനിക്ക്? ഇല്ലെങ്കിൽ ഇന്ന് കാണാം. പറ മോനെ. 2-7 പറ, 14 പറ, 21 35 പിന്നെ 13 36 35 36 ഇയർ എൻഡിങ്ങിന്റെ 3 സ്പെഷ്യല്. കറക്റ്റ്. കരം കൊടുക്കും മോനെ. ഒരു ചോക്ലേറ്റ് കൊടുത്തേ മതി, ഫാസ്റ്റിങ്ങിലാ. നിങ്ങൾ എന്ത് ചെയ്യ? 2-7 ഒരു 21 35 13 36 എല്ലാ മാസവും 3 ദിവസം 71 പിന്നെ ഒരു 3 സ്പെഷ്യല്. അതിനിടയിൽ 40 കണ്ടിന്യൂസ് പ്രെയർ 40 ദിവസം വെച്ചായിരുന്നു. ഉഗാണ്ടയിലെ സഭയിലെ വ്യക്തി എന്നോട് പറയുകയാണ്, ഈ സഭയ്ക്ക് ഒരു ഉണർവിൽ മീറ്റിങ്ങുകളൊന്നും ഇല്ലെന്ന്, പ്രെയർ മീറ്റിങ്ങുകളൊന്നും നടക്കുന്നില്ലെന്ന് ഇവിടെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ കാറ്റടിക്കുന്നില്ല ഇനി? നീ അറിയുന്നുണ്ടല്ലോ, 40 ദിവസം പ്രാർത്ഥന വെച്ച് അറിഞ്ഞായിരുന്നോ? ആരാ? പാസ്റ്ററാ. കരം തന്നെ. സ്വത്രം. കല്യാണമൊക്കെ കഴിക്കണ്ടേ? താടിയൊക്കെ എനിക്ക് വന്നിട്ടുണ്ടല്ലോ. ഈ വന്ന സ്വത്രനായി. 40 ദിവസം പ്രയർ ഉണ്ടായിരുന്നു ഇവിടെ, അറിഞ്ഞായിരുന്നോ? എല്ലപ്പോഴൊക്കെ ഒന്ന് കയറണം. ദൈവം ഈ പാട്ട് പാടാനൊക്കെ കഴിവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ വന്ന് ഇത് ചാരി നിന്ന് പാടാനാ. അപ്പം അടുത്ത ആഴ്ച ഇവിടെ കയറിക്കോണം. എങ്ങനെയാ? ഡീലാണോ? ഇനി ഇങ്ങോട്ട് വരുമോ? ഉണ്ട്, വരൂ. പ്രശ്നമില്ല, കഴിഞ്ഞില്ല, ഇവിടെയല്ലേ ഇനി. കണ്ടോ? ദൈവത്തിന് സ്വത്രം. പുള്ളി പ്രശ്നം പോയി തിരിച്ചിങ്ങ് പോന്നു, മതിയെന്ന്. ആച്ച അടുത്ത ആഴ്ച കയറ്റിക്കോണം, എല്ലാ ആഴ്ചയിലും ഇവിടെ കയറാൻ പറഞ്ഞു. സോണിച്ചാനാടാ പറഞ്ഞത്. അച്ഛൻ യൂബിനെ നോക്കുക, അവൻ അഡ്മിനാ. സ്തോത്രം. ഞാൻ പറഞ്ഞു തരാന്നറിയോ, ദൈവം ഒരു പാട്ട് പാടാൻ കഴിവെന്ന്. ഇപ്പം നമ്മളിനി കാണാൻ പോണ ബ്ലസ്സിൻ്റെ ട്രാൻസ്ലേഷനാ ഇനി വരും ദിവസങ്ങളിൽ. ഒന്ന് കരയൊരു സ്വതന്ത്രം ചെയ്തവനെ. നിങ്ങൾ എന്തെല്ലാം കാണാൻ കിടക്കുന്നെന്നറിയോ? വർദ്ധിപ്പിക്കുവാൻ. സ്തോത്രം. ദൈവം നമ്മളെ തീരുമാനിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ ബ്ലസ്സിനെ കാണുമ്പോൾ ഞാനും ബ്ലസ്സിനോടെ കാനഡയിൽ നിന്ന് പറഞ്ഞ പയ്യനെ പോയി നമ്മൾ സുവിശേഷം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സുചി ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ 3 കൂടെ പോയി ഒരു രാത്രി. ഞങ്ങളിത് ഭയങ്കര സുവിശേഷം. അവനങ്ങോട്ട് ഏൽക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അവന് ഫുഡ് മേടിച്ചു കൊടുത്തു. ഓർക്കുന്നുണ്ടോ? അടുത്ത് നല്ലൊരു ഹോട്ടലിൽ പോയി അവന് വയറ് ചീക്കപ്പൊക്കെ ഫുഡ് മേടിച്ചു കൊടുത്തു. പാവം പിടിച്ചവൻ നമ്പറെല്ലാം കൊടുത്തു. ഇത് തൊട്ടിപ്പുറം ഞാൻ താമസിക്കുന്നു. അവൻ ഞങ്ങളുടെ നമ്പറെല്ലാം ബ്ലോക്ക് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അവനും സ്റ്റുഡൻ്റായിട്ട് അന്ന് വന്നേ. പക്ഷെ ഉശിരോടെ നിന്ന ഒരു സാക്ഷി അല്ലേ സ്വച്ഛ മനുഷ്യ. സാക്ഷിയുണ്ട് അവനെക്കുറിച്ച് നമുക്കല്ലേ? എന്താണെന്നറിയാമോ? അല്ലേ പിന്നെ ചേച്ചി? അവനെക്കുറിച്ച് ഞങ്ങൾക്കൊരു സാക്ഷിയുണ്ട്. അവൻ്റെ അനിയനെക്കുറിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്ത് കേൾക്കണ്ടു? നമ്മൾ അസാധാരണമായ നിലയിൽ മുന്നേറിയേ പറ്റുള്ളൂ ദൈവമക്കളെ. നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അല്പം
സ്ലോയിൽ ഒന്ന് സമാധാനത്തിൻ്റെ തമാശ പറഞ്ഞത്. കാര്യം, ഉപവസിക്കണം ദൈവമക്കളെ. പ്രത്യാശയുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിക്കണം. മത്സരം വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കരം കൊടുത്ത് പ്രാർത്ഥിക്കണം. മക്കളെ നോക്കി പ്രാർത്ഥിക്കണം, പ്രവചിക്കണം. ഇത് നടക്കും. അവിശ്വാസത്തിൻ്റെ വാക്ക് വരരുത്. വിസ തീർന്നെങ്കിൽ പറയണം, യേശുവിൻ്റെ നാമത്തിൽ വിസ എനിക്ക് ഓപ്പൺ ആവും. സ്തോത്രം. സാമ്പത്തികമായിട്ടില്ലെങ്കിലും പറയണം, ഞാനിവിടെ വീട് മേടിക്കും. എന്നെ കൊണ്ടുവന്നത് എൻ്റെ കർത്താവാണെങ്കിൽ ഇവിടെ നൽകാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്തേ. നമ്മൾ ഒന്നാമത്തെ ഉപവാസത്തിൽ 8 അനുഗ്രഹം പറഞ്ഞു ഈ വർഷം പ്രാപിക്കേണ്ടത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ പറയാം. രണ്ടാമത്തെ പടപടപടേ എന്ന് പറയുന്ന ആരായും പിരിച്ച് പറയുമോ? പറയുക. ഇങ്ങോട്ട് മോനെ മൈക്ക് എടുത്ത് കൊടുത്തേ. സുജയ് കൈ പിടിച്ചോണ്ട് വാ, വരത്തില്ലെന്ന്. വിനതെ പറയുന്നൊരു കുത്തു കൊടുത്തേ. കുത്തി വാ, അവിടെ വന്നാൽ മതി. മൈക്ക് കൊടുത്ത മോനെ. പ്രാപിക്കേണ്ട അനുഗ്രഹങ്ങളാ 8. വലിയവനാക്കും, നീ എന്നെ വലിയവനാക്കും. ഒന്ന് ആമീൻ പറഞ്ഞാട്ടെ. വലിയവനാക്കും. നമ്മളെ കർത്താവ് വലിയവനാക്കും. റഫറൻസ് യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. ഞാൻ നിന്നെ അവരുടെ മധ്യേ വലിയവനാക്കും. രണ്ടാമത്തേത്, ഗിരികളിൽ മേൽ നിൽക്കുമാറാക്കും. ഗിരികളിൽ മേൽ ദാവീദിനെ കൊണ്ട് സിയോൻ കോട്ടയുടെ മുകളിൽ കൊണ്ട് നിർത്തി. പറഞ്ഞു, ഗിരികളിൽ മേൽ നടക്കുമാറാക്കും. ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കും. നദികളിൽ പ്രതിസന്ധികളിൽ തരണം ചെയ്യുവാനുണ്ട് കടക്കുമാറാക്കും. നദികളിൽ കൂടി പ്രതിസന്ധികൾ കൂടി കടക്കുമാറാക്കും. നദികളിൽ ചാടിക്കിടക്കും. അനുഗ്രഹത്തിന്റെ നദി ചാടിക്കടക്കും. നടത്തുമാറാക്കിക്കൊണ്ടിരിക്കും. ഗിരികളിൽ നിൽക്കും, നടത്തും, പ്രതിസന്ധികളെ തരണം ചെയ്യും, ശക്തീകരിക്കും. വളരുമാറാക്കും, ശക്തീകരിക്കും, എന്നെ കൃപ കൊണ്ട് എന്നെ മറയ്ക്കും. 8 ഒന്ന് പറഞ്ഞു. ഒന്ന് എന്നോട് ചേർന്ന് പറയാമോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ ദൈവസന്നിധിയിൽ. ഈ വർഷം നമ്മൾ പ്രാപിക്കേണ്ട 8 കൂട്ടം കാര്യങ്ങൾ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറിന്റെ പ്രാരംഭ സെഷനിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇതെല്ലാം സർവ്വ സഭാംഗങ്ങൾക്കും ബാധ്യമാണ്. ഇതെല്ലാവരുടെ മേലിൽ ഈ വർഷം നിഴലിടണം. കർത്താവിനോട് പറയണം, എന്നെ കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം നൽകി എന്നെ മാനിച്ച ദൈവമേ, എന്നെ വലിയവനാക്കണമേ. അബ്രഹാമിനെ ജാതികളുടെ ഇടയിൽ വലിയവനാക്കി, മോശയെ ഇസ്രായേൽ മക്കളുടെ മധ്യേ വലിയവനാക്കി. ഭാരപ്പെട്ട യോശുവയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ. ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടി ഇരുന്ന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ വലിയവനാക്കും. ഒന്ന് പറ, എന്നെ വലിയവനാക്കും. ഒച്ച പറ, എന്നെ വലിയവനാക്കും. 2, എന്നെ ഗിരികളിൽ ഉന്നതികളിൽ മേൽ നിർത്തും. നമ്മൾ പറഞ്ഞു തന്നതാണ്, വിളക്ക് കത്തിച്ചിട്ട് പറയും കീഴിലല്ല വെക്കേണ്ടത്, തണ്ടിന്മേൽ ശോഭിക്കുന്ന അനേകർക്ക് അത് പ്രകാശം പരത്തണമെങ്കിൽ എന്നെ നിർത്തേണ്ടത് ഗിരികളിലാ, ഉന്നതികളിലാ. 1, എന്നെ വലിയവനാക്കും. 2, എന്നെ ഗിരികളിൽ ഉന്നതികളിൽ നിർത്തും. എന്നെ അയ്യോ ഇത്ര വച്ചേ ഉള്ളൂ. ഞാൻ പറയാം. എന്നെ വലിയവനാക്കും, എന്നെ ഗിരികളിൽ നിർത്തും, എന്നെ ഉന്നതികളിൽ നടക്കുമാറാക്കും. പ്രതിസന്ധികളിലൂടെ കടക്കും. ഞാൻ അനുഗ്രഹ നദിയിലൂടെ നടന്നും കൊണ്ടേയിരിക്കും. എന്നെ ദൈവം വളരുമാറാക്കും. നീ എന്നെ ശക്തീകരിക്കും. നിന്റെ കൃപ കൊണ്ട് നീ എന്നെ മൂടും. ഒന്നും കൂടെ പറഞ്ഞു, എന്നെ വലിയവനാക്കും. ആരെങ്കിലും പറയാതിരിപ്പുണ്ട്? നിങ്ങൾ പറഞ്ഞു. നിങ്ങളെല്ലാവരും കണ്ണടച്ച്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല,
ദൈവജനമായിരിക്കുന്ന ദൈവമക്കൾക്ക്, ഓൺലൈനിലായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ദൈവം എന്നെ വലിയവനാക്കും, എന്നെ ഉന്നതികളിൽ മേൽ നിർത്തും, എന്നെ ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കും, പ്രതിസന്ധികളെ ഞാൻ ഓവർകം ചെയ്യും, അനുഗ്രഹ നദിയിലൂടെ ഞാൻ നടന്നും കൊണ്ടേയിരിക്കും, നീ എന്നെ വളരുമാറാക്കും, നീ എന്നെ ശക്തീകരിക്കും, നിന്റെ കൃപ കൊണ്ട് നീ എന്നെ മൂടും. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ഈ കേട്ട വചനത്തിൻ്റെ ശക്തി ഈ ജനത്തിൻ്റെ മേൽ നിഴലിടണമേ. അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവം, പ്രത്യാശയുടെ സ്വീകാര്യം ഞങ്ങൾ മുറുകെ പിടിക്കുക. കാര്യം വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തന. എന്തെങ്കിലും വാഗ്ദത്തം വഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പ്രാപിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.